ആണുങ്ങൾ ചെയ്താൽ ശരിയാവാത്തതാണോ പെണ്ണ് ചെയ്താൽ ശരിയാവാൻ പോകുന്നത്? ഓക്കെ. ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് അല്ല നമുക്ക് തരുന്നത്. ഒരു ഫുൾ ഫിലിമാണ്. അതിലൊരു 120 ആൾക്കാരുണ്ടാവും, ഡബ് ചെയ്യാനുണ്ടാവും. അത് ചിലപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് ആയിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോട് സ്ലാങ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒരാളുടെ പോലും നമ്മൾ എൻ്റെ അടുത്ത് വരുന്ന പല പുതിയ ആൾക്കാരും അവരുടെ സൗണ്ട് അടിപൊളിയാണ്. ഞാൻ കുറേ ബേസ് എഴുതി വകയില്ല. ഇതാണ് സൗണ്ട്, ഇതാണ് ഡബ്ബിംഗ് എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഇതല്ല. മമ്മൂക്കേന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണത്. ഹലോ ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടെയിൽസ് ആൻഡ് ബിയോണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏക വുമൻ സൗണ്ട് എഞ്ചിനീയറായ ഗായത്രിയാണ്. സോ വെൽക്കം ടു ദി ഷോ ഗായത്രി. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പം നമുക്കറിയാം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏക സൗണ്ട് എഞ്ചിനീയറാണ് ഗായത്രി. 8 വർഷമായിട്ട് ഈ ഒരു കരിയർ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ലൈക്ക് സൗണ്ട് എഞ്ചിനീയറിങ് അത്ര കോമൺ ആയിട്ട് കാണുന്നതല്ലല്ലോ. ഉം. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ ഡബ് ചെയ്യുമായിരുന്നു. ഒരു 10ാം ക്ലാസ് തൊട്ട് ഞാൻ ഡബ് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാനൊരു സ്റ്റുഡിയോയിൽ 10ാം ക്ലാസ്സിൻ്റെ തുടക്ക സമയത്ത് ഞാനൊരു സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ എൻ്റെ സൗണ്ട് കൊള്ളില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അത് ഭയങ്കര ഇൻസൾട്ടായി എനിക്ക്. അപ്പോൾ എനിക്ക് തോന്നി ഒരു എഞ്ചിനീയറിന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡബ് ചെയ്യുന്നവർക്ക് ആർട്ടിസ്റ്റുകൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മോഡുലേഷൻസ് ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന സ്ലാങ് ആണെങ്കിലും ഇപ്പോൾ പല സ്ലാങ്ങിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു എഞ്ചിനീയറിന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്നാൽ അത് പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ BA മൾട്ടിമീഡിയ എടുത്തു. അത് കഴിഞ്ഞ് MA സിനിമ എടുത്തു. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ട്. എന്നാലും അതിന് മുന്നേ ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മൈൻഡിലൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇന്നേതായിരിക്കും ഇവർ ചെയ്യണേ. അപ്പം സത്യം പറയാം എനിക്കും ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല. അത് സിനിമയിൽ എങ്ങനെയാണ് അതിൻ്റെ വർക്ക് പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് ഫിലിമിൽ എന്താണ് എന്ന് പറയാൻ പറ്റും? നമ്മൾ തിയേറ്ററിൽ കേൾക്കുന്നത് ഫുള്ള് ഞങ്ങളുടെ അടുത്ത് നിന്നാണ് പോകുന്നത്. അതായത് ഡബ് ചെയ്യുന്നത് ആർട്ടിസ്റ്റുകൾ വന്ന് ഡബ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനിപ്പോൾ മെയിനായിട്ട് ഡബ്ബിംഗ് എഞ്ചിനീയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സിനിമ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈലറ്റ് ഉണ്ടാവും. ആ സമയത്ത് ഷൂട്ട് ചെയ്ത സമയത്തുള്ള ആ പൈലറ്റ് ഉണ്ടാവും. ആ പൈലറ്റ് കൊണ്ടാണ് ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ പൈലറ്റ് കേട്ടിട്ട് അതനുസരിച്ച് ഡബ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റേജ് സൗണ്ട് എഞ്ചിനീയറിംഗിൽ. അത് ഡബ് ചെയ്ത് നമ്മളത് വീണ്ടും ഫൈനൽ എഡിറ്റിന് അയക്കും. അവരത് ട്രിമ്മൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ല ക്രിസ്പായിട്ട് ആ ഫിലിം നമ്മുടെ കയ്യിൽ തിരിച്ചു തരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾഡ് വേർഷൻ ആയിരിക്കും ഇരിക്കുന്നത്. ആ വേർഷനിൽ നമ്മളിത് സിങ്ക് ചെയ്യും. പുതിയ വേർഷനിലേക്ക് നമ്മൾ സിങ്ക് ചെയ്യും. അത് നമ്മൾ പ്രീമിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മളത് മിക്സിലേക്ക് കൊടുക്കും. മിക്സിൽ അവർ അവിടെ നിന്ന് മ്യൂസിക് വരും. മിക്സിൻ്റെ സ്ഥലത്തേക്ക് മ്യൂസിക് വരും, എഫക്ട്സ് വരും, ഫോളി ആംബിയൻസ് വരും. ഇതെല്ലാം കൂടെ വന്ന് ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തിയേറ്ററിൽ കേൾക്കുന്നത്. ഇതാണ് ഒരു ഒരു ഫുൾ പ്രോസസ് സൗണ്ടിന്റെ. കേട്ടാലും മനസ്സിലാവൂല. എന്നാലും ഇതൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ലൈക്ക് എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതെ. കുറേ ചലഞ്ചസ് നേരിട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു നേരിട്ടിട്ടുണ്ടായത്? ചലഞ്ച് മെയിൻ എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ വേറൊരു പെൺകുട്ടിയില്ല. അപ്പോൾ ഒരാൾക്ക് വിശ്വസിച്ച് നമ്മളെ ഒരു വർക്ക് ഏൽപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ് സമയത്ത്. പല സീനിയർ എഞ്ചിനീയേഴ്സും വിളിച്ചിട്ട് വർക്കിൻ്റെ ക്ലയൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് ചെയ്താൽ ഞങ്ങൾ ആണുങ്ങൾ ചെയ്താൽ ശരിയാവാത്തതാണോ പെണ്ണ് ചെയ്താൽ ശരിയാവാൻ പോകുന്നത് ഓക്കെ. എന്ന് ചോദിച്ച സീനിയർ സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. നമ്മളെ വിശ്വസിച്ച് ഒരു ഫുൾ ഫിലിം നമ്മളെ വിശ്വസിച്ച് ഒരു ഡയറക്ടർ തരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് അല്ല നമുക്ക് തരുന്നത്. ഒരു ഫുൾ ഫിലിമാണ്. അതിലൊരു 120 ആൾക്കാരുണ്ടാവും, ഡബ് ചെയ്യാനുണ്ടാവും. അത് ചിലപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് ആയിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോട് സ്ലാങ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒരാളുടെ പോലും നമ്മൾ മിസ്റ്റേക്ക് വരുത്താതെ, ഒരാളുടെ മൂളൽ പോലും മിസ് ചെയ്യാതെ ആ ഫുൾ ഫിലിം ഡബ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത് വിശ്വസിച്ച ആൾക്കാർ നമുക്ക് തരാൻ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജോലി കിട്ടാൻ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ഓരോ സ്റ്റുഡിയോസും കയറി ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ഒരു ചാൻസ് ഞാൻ വർക്ക് ചെയ്യും, ഞാൻ പഠിച്ചതാണ്. പക്ഷെ ആരും ഈ പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ഒരു ഫുൾ ഫിലിം തരാൻ ആരും റെഡി ആയിരുന്നില്ല. പിന്നെ അങ്ങ് നടന്ന് ഞാൻ 2017 ഞാൻ മെഗാ മീഡിയ എന്നായിരുന്നു അന്ന് സ്റ്റുഡിയോന്റെ പേര്. ഓക്കെ. അവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇപ്പോൾ അത് ലിസ്റ്റിൻ സാർ ഏറ്റെടുത്തു. 2020 തൊട്ട് ലിസ്റ്റിൻ സാർ ഏറ്റെടുത്തു. ഇപ്പോൾ ലിസ്റ്റിൻ സാറിന്റെ സ്റ്റുഡിയോ ആണ് അത്, സൗത്ത് സ്റ്റുഡിയോസ്. അവിടെ
ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ 9ാമത്തെ വർഷം റണ്ണിങ്. ഓക്കെ. 9 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫിലിമായിട്ട് തന്നെയാണ് അതെ, അതെ. ഫിലിം എനിക്ക് കുഞ്ഞിലേ തൊട്ട് സിനിമ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ആഗ്രഹം. അതെ. സിനിമ വിട്ട് ഞാൻ വേറെ എന്ത് ജോലിന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. സിനിമ മാത്രമായിരുന്നു എനിക്ക്. അപ്പം കുഞ്ഞിലേ തൊട്ട് സിനിമ വേണം എന്നുള്ള വാശിയിൽ ഞാൻ നിന്നിരുന്നതാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസും ടെലി ഫിലിംസും ഒക്കെ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അഭിനയം ഇഷ്ടമുള്ളത് കൊണ്ടാണ് പഠിക്കാൻ ചെന്നത്. പഠിക്കാൻ ചെന്നപ്പോൾ മനസ്സിലായി അഭിനയം എളുപ്പമല്ല. എളുപ്പമല്ല അത്. പറ്റില്ലെങ്കിൽ എളുപ്പമല്ല. നമ്മൾ ഓരോ ലെക്ചേഴ്സ് വന്നിട്ട് നമുക്ക് തരുന്ന ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാവും. കുറേ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ തുടങ്ങി. ഞാൻ പതുക്കെ അഭിനയം ഞാൻ വിട്ടിട്ട് ഞാൻ നേരെ സൗണ്ടിലേക്ക് കയറുമായിരുന്നു. കുറച്ചും കൂടി കോൺഫിഡൻസ് അതെ. സൗണ്ട് എഞ്ചിനീയറിംഗിൽ. അപ്പോൾ ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോർമലി നമുക്കൊക്കെ ചെറുപ്പത്തിൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു മോഹമായിട്ടാണ് വരിക. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് സിനിമയിൽ അഭിനയിക്കണം എന്നാണോ അതോ ചെറുപ്പത്തിലേ ഈ ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ള ഇല്ല, ചെറുപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആ എന്റെ വിചാരം നമ്മൾ കുഞ്ഞിലേക്ക് തിയേറ്ററിന്റെ ബാക്കിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുന്നു എന്നായിരുന്നു എന്റെ വിചാരം. അത് കഴിഞ്ഞ് പിന്നെ ടെക്നിക്കലി ഓരോന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഡബ്ബിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതൊന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ മിക്സിങ്ങിലേക്ക് ചെന്ന് അവിടെയാണ് സൗണ്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നമ്മളെ കേൾപ്പിക്കുന്നത്, തിയേറ്ററിലേക്ക് കേൾപ്പിക്കുന്നത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പം കുഞ്ഞിലേ അഭിനയിക്കണം എന്ന് തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ BA മൾട്ടിമീഡിയ ആയിരുന്നു. അപ്പം അതിൽ ഡയറക്ഷൻ ഉണ്ട്, ഒരു പേപ്പർ, ആക്ടിംഗ് ഉണ്ട്, ഓഡിയോഗ്രഫി ഉണ്ട്, വീഡിയോഗ്രഫി ഉണ്ട്, ഫോട്ടോഗ്രഫി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഉള്ളതാണ് മൾട്ടിമീഡിയ. അപ്പം അതിൽ പഠിച്ചു കഴിഞ്ഞപ്പം മനസ്സിലായി നടക്ക് പോകില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. അഭിനയിക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതത്ര പ്രൊഫഷണൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെയാണ്, സൗണ്ട് എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഓക്കെ. ഫസ്റ്റ് ചെയ്തത് കാമുകിയും കാമുകി എന്നൊരു മൂവിയായിരുന്നു ഫസ്റ്റ് ഞാൻ ചെയ്തത്. സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഫുള്ള് കോളേജ് പിള്ളേരായിരുന്നു മുഴുവൻ. ആ കോളേജ് ഗ്യാങ്, അതായത് അപർണ ബാലമുരളി നായിക, അസ്കർ അലി ആയിരുന്നു. പിന്നെ ഡെയിൻ ഉണ്ടായിരുന്നു അതില്. അപ്പോൾ അവരുടെയൊക്കെ തുടക്കമാണ്. അപർണ മാത്രമേ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൂ അതിനകത്ത്. നമ്മൾ ഫുൾ ഒരു കോളേജ്, ഞാൻ കോളേജ് കഴിഞ്ഞ് നേരെ വരുന്നത് ആ ഫിലിമിലേക്കാണ്. അപ്പൊ എനിക്കും ആ കോളേജ് തന്നെയാണ് എനിക്ക് ആ ഫിലിം ഫുള്ള്. പിന്നെ ബിൻചേട്ടൻ ഇതിഹാസയുടെ ഒക്കെ ഡയറക്ടറാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇത്രയും വലിയൊരു ഡയറക്ടറിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ബോധമൊന്നും നമുക്കില്ല. അതെ, ഫിലിമാണ്. അപ്പോൾ കുറെ കോളേജ് പിള്ളേര്, ഞാൻ ആ ഒരു മൂഡിലാണ് ആ ഫിലിം വർക്ക് ചെയ്തിട്ടുള്ളത്. രസമായിരുന്നു. അതിപ്പോഴും ഞാൻ അപർണയായിട്ടും അസ്കറായിട്ടും ഡെയിനുമായിട്ടൊക്കെ ഇപ്പോഴും ആ ഒരു കോണ്ടാക്ട് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പം നമുക്ക് ചിലപ്പം കുറേ ഫോൾസ് പറ്റിയിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഇപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും അല്ല, അത് കഴിഞ്ഞ് ഇപ്പൊ ബിൻചേട്ടന്റെ 2 ഫിലിം ഞാൻ ചെയ്തു, ബിനുവസിന്റെ. അപ്പൊ ബിൻചേട്ടൻ പറയാ എന്റെ കൂടെ പഠിച്ച് അവിടുത്തെ കളിഞ്ഞപ്പോ കുറേ മിസ്റ്റേക്ക് കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ. ലൈക്ക് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊന്നും ഇതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡബിന് ഒരു മൂളല് ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഓരോ സിനിമ കഴിയും തോറും നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ പക്ഷെ അത് ഇങ്ങനെ നന്നാക്കായിരുന്നു, അങ്ങനെ തിരിച്ചറിവുകൾ വന്ന് വന്ന് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായില്ല. നമ്മൾ തന്നെ നമ്മുടെ മിസ്റ്റേക്ക്. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എങ്ങനെ അല്ല, ഡയറക്ടർ പറയും ഇതാണ് ഓക്കെ, ഇത് ഓക്കെയാണ് എന്ന് പറയും. നമ്മൾ അതല്ലാതെ ഒരു മോഡുലേഷൻ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസിന്റെ കുറവായിരുന്നു എനിക്ക്. തുടക്ക സമയത്ത് അത് കേട്ട് കഴിഞ്ഞാൽ ഇതും ഓക്കെ ആയിരിക്കും എന്നായിരുന്നു. ചിലപ്പോൾ ഓക്കെ ആവും, ചിലപ്പോൾ ഓക്കെ ആവില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഓക്കെ ആവില്ല, ഇതല്ല ഓക്കെ, ഇതിലും ബെറ്റർ കിട്ടും എന്നുള്ളത് ഇപ്പൊ എനിക്കറിയാം. ഇത് ഈ ഒരു 8-9 കൊല്ലത്തെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയതാണ് എനിക്കത്. ഓക്കെ. അപ്പം അതേപോലെ ഈ സൗണ്ട് എഞ്ചിനീയർ ഇപ്പൊ ഗായത്രി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നമ്മൾ വുമൻസ് കുറവായിട്ട് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് എല്ലാവരും ഇപ്പൊ ഫിലിം എന്ന് പറയുമ്പം ഡയറക്റ്റ്, ആക്ടിങ് ആണ്. ഫിലിം എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിങ്. അത് മാത്രമേ മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. അറിയുള്ളൂ. അത് അതെ, മാത്രമേ ആവണ്ടൂ. അതെ. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്കൊന്നും അധികം ആൾക്കാർ എത്തിപ്പെടാത്തത്? ഒന്നാമത്തെ കാര്യം നല്ല കഷ്ടപ്പാടാ. നല്ല കഷ്ടപ്പാടാ. കാരണം ഇതിനൊരു ടൈം നമുക്ക് ഫിക്സ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ചില ആർട്ടിസ്റ്റുകൾ വെളുപ്പിനെ വന്ന് ഡബ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി സാർ ആണെങ്കിലും, ഇപ്പൊ ഗൂഗിൾ സുരേഷ് ആണെങ്കിലും, ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തത് സുമതി വളവായിരുന്നു. സുമതി വളവിലെ ഗൂഗിള് വെളുപ്പിനെ വന്ന് ഡബ് ചെയ്തു, സൗണ്ടിന് ബേസ് കിട്ടാൻ വേണ്ടി.
അപ്പോൾ ഒരു ചിലപ്പോൾ 3 മണി 4 മണിക്കായിരിക്കും നമ്മൾ പറയുക. ആ ക്ലയന്റ് പറയുക. ആ സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം. ചില ആർട്ടിസ്റ്റുകൾ വെളുപ്പിനെ ഐ മീൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഡബ് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ 12 മണി 1 മണി 2 മണി ആ സമയത്തായിരിക്കും വരിക. അപ്പോഴും നമ്മളവിടെ ഉണ്ടാവണം. ചിലപ്പോൾ ഈ 2 മണി തൊട്ട് 6 മണി വരെ വർക്ക് പോയിട്ട് തിരിച്ച് 8 മണിക്ക് നമ്മൾ വീണ്ടും അടുത്ത ഷെഡ്യൂളിന് കയറും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ടൈം വെച്ചിട്ട് വർക്ക് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം പെൺകുട്ടികൾ അത്ര ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. നമുക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആം, കൂടുതലും ആണുങ്ങളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ. ഓക്കെ. ഇതില് ഒറ്റയ്ക്ക് ഞാനൊരു സ്യൂട്ടിനകത്ത് അടച്ചിരിക്കുമ്പോൾ എനിക്ക് എത്ര സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തണം. അതുപോലെ ഒരു സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരും അത് ഉറപ്പുവരുത്തണം. അപ്പൊ എനിക്ക് ഇപ്പൊ 8 വർഷമായി എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. എനിക്ക് ആര് എൻ്റെ അടുത്ത് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്ത് വിടാൻ അറിയാം. അറിയാം. ആ ഒരു മെച്യൂരിറ്റി എനിക്ക് തുടക്കകാലത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ സംസാരിച്ചു വന്ന് ഞാൻ സ്ട്രോങ് ആയി നിന്നതാണ്. ഇതിലൊക്കെ ഇതൊക്കെ സർവൈവ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. പെട്ടെന്നൊന്നും ആരും സേഫ് സോണിലേക്കല്ല വരുന്നത്. എല്ലാവരും റിസ്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ സേഫ് സോണിലേക്ക് വരിക. ഈ റിസ്ക് മറികടക്കാൻ കുട്ടികൾ റെഡി ആവാത്തതാണെന്ന് തോന്നുന്നു വരാത്തത്. പിന്നെ ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ആക്ടിങ്ങിലാണെങ്കിലും ഇപ്പൊ പൊതുവെ റിസ്ക് റിസ്ക് ആണ്. പറയുമ്പോ പക്ഷെ അവിടെ അച്ഛനും അമ്മയും കൊണ്ട് പോവാം നമുക്ക്. പോവാ. ഇവിടെ എനിക്ക് 24 മണിക്കൂറും വർക്ക് ഒറ്റയ്ക്ക്. ചെയ്തെടുത്ത് എനിക്ക് അച്ഛനും അമ്മയും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് പോയപ്പോഴും ഒറ്റയ്ക്ക് തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ്. ഞാൻ ജോലി അന്വേഷിച്ച് പോകുന്നത് തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം കുഞ്ഞിലേ തൊട്ട് എൻ്റെ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് നീ മാത്രമേ ഉള്ളൂ. നീ അതനുസരിച്ച് ജീവിക്കുക. നല്ല ഏത് ചീത്ത ഏത് നീ തിരിച്ചറിയുക. നീ നിനക്ക് വേണ്ടി ജീവിക്കുക. വേറെ ആരും നിനക്ക് വേണ്ടി ജീവിക്കില്ല. അപ്പൊ അങ്ങനെ എന്നെ കുഞ്ഞിലേ തൊട്ട് പഠിപ്പിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ബോൾഡാണ്. എവിടെ പോകാനും എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞല്ലോ ഒറ്റക്കാണ് പോവേണ്ടത്. അതുപോലെ പല സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്താ പറയാ വിചാരിക്കാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടേക്ക് മോശമായിട്ട് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അത് ഇഷ്ടം പോലെ. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇഷ്ടം പോലെ. കാരണം ഒന്നാമത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് മെയിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഫീമെയിൽസ് വളരെ കുറവാണ്, ചുരുക്കമാണ്. ഇപ്പം കുറച്ചുകൂടെ ഉണ്ട്. എങ്കിൽ പോലും ഞാനുള്ള സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്തൊക്കെ വളരെ കുറവാണ്. ഈ ഇൻഡസ്ട്രിയിൽ എൻ്റെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല ഇപ്പോഴും. അപ്പോൾ തുടക്ക സമയത്തൊക്കെ കൺട്രോളേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഭയങ്കര മോശമായിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട്. കൂടെ വരാവോ, എത്ര രൂപ വേണമെങ്കിലും വരെ, ഇങ്ങനെയുള്ള ടോക്സ് ആണ്. ഈ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അടുത്ത് വരുന്ന എല്ലാ സ്ത്രീകളും ഇതിനു വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടാൻ എന്തിനും റെഡി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതിന്റെ പുറത്താണ് ഇവര് ബാക്കി എല്ലാവരോടും ജനറലി ഇവരങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഞാൻ അതിനല്ല സിനിമയിൽ വന്നേക്കുന്നതെന്ന് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറയും. നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ടോക്ക് വരുമ്പോഴേ ബ്ലോക്ക് ചെയ്ത് നിർത്തും. ചേട്ടാ എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഒരാളേ അല്ല. എനിക്ക് അപ്പൊ എങ്ങനെ നമുക്കത് പിന്നെ ആ ഒരു കോർഡിനേഷനിൽ നമുക്ക് പോകാൻ പറ്റുമോ? ലൈക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്തു അപ്പൊ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടാവും. അയാൾ എന്തായാലും ആണെങ്കിലും ആൾക്ക് കുറച്ച് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളോട് സംസാരിക്കാനും. നമ്മുടെ അടുത്ത് നേരിട്ട് സംസാരിക്കില്ല. ഒന്നില്ലെങ്കിൽ ഡയറക്ടറിന്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ അസിസ്റ്റന്റിന്റെ അടുത്ത് പറഞ്ഞു വിടും. ഇന്ന പോയി ഇന്നത്തോട് പറയും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്കറിയാം ഇതാണ് അപ്രോച്ച് ചെയ്യാന്നുള്ളത് അവരുടെ രീതി. അത് വേണ്ടാത്ത കാര്യങ്ങൾ എന്റെ രീതി. അതെ, അത് നോർമലാണ്. ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആരും അത് ഫേസ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. എല്ലാ സ്ത്രീകളും എല്ലാവരുടെ അടുത്തും ഈ ഒരു ചോദ്യം നേരിട്ടിട്ടുണ്ടാവും. അതെങ്ങനെ ടാക്കിൾ ചെയ്ത് വിടുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ സർവൈവൽ ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ എക്സ്പീരിയൻസ് കൂടുമ്പോ എനിക്ക് തോന്നുന്നു അത് ഓക്കെ ആയിട്ട് വരും. പിന്നെ ഒരു വർഷം മുമ്പ് എനിക്ക് ഉണ്ടായടാ. ആണോ? സോറി. അങ്ങനെയല്ല, കാരണം നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. ഓക്കെ. ഒരാളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം അതിനുവേണ്ടി മാത്രം സിനിമയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. യൂസ് ചെയ്യുക, പെണ്ണുങ്ങളെ യൂസ് ചെയ്യുക, പെണ്ണുങ്ങൾ വരുന്നത് ഇതിനു വേണ്ടിയാണ്, അപ്പൊ അവരെ യൂസ് ചെയ്യുക എന്ന ചിന്തയിൽ മാത്രം വരുന്ന ആളുകൾ ഇപ്പോഴും മലയാളം പെണ്ണുങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്ക് അവരുടെ മൈൻഡിൽ എന്താണ് നമുക്ക് ഇതിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അതാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ എന്തിനും റെഡിയാണ്, എനിക്ക് ഒരു ചാൻസ് കിട്ടിയാൽ മതി, മതി. അങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ളവരുടെ അടുത്ത് അവരുടെ അടുത്ത് പൊക്കോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ എല്ലാരെയും ജനറലി അങ്ങനെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് വന്നത് ചോദിക്കുമ്പോഴാണ് നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടം തോന്നുമായിരുന്നു. ഞാൻ അങ്ങനെ ഞാൻ ഇത്രയും ആഗ്രഹിച്ചു വന്നിട്ട് എനിക്കത്
പിന്നെ എനിക്ക് മനസ്സിലായി എന്തിനീ വിഷമിച്ചിട്ട്. അവരവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. നമ്മൾ നമ്മുടെ കാര്യം പറയാ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം നമുക്കെന്തായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് വേണം. അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ ലൈക്ക് പ്രത്യേകിച്ച് വുമൻസിനാണെങ്കിലും വീട്ടിലായിരിക്കും ഏറ്റവും അതെ. കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. ഇപ്പൊ ഗായത്രീന്റെ കേസിലാണെങ്കില് ഏറ്റവും ഒരു ബാക്ക് ബോൺ എന്ന് പറയാണെങ്കിൽ ആരായിരിക്കും? അമ്മ. അമ്മ. അപ്പൊ ഇങ്ങനത്തെ ഇൻസിഡന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോ അമ്മേടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. എല്ലാം പോയി ഷെയർ ചെയ്യും. അവരുടെ എല്ലാം പറയും. ഞാന് മിക്കവാറും സ്റ്റുഡിയോ തന്നെ വിളിച്ചു പറയും. അമ്മ ഇങ്ങനൊരു സംഭവമുണ്ട്. അടിച്ചങ്ങ് താഴെ ഓടിക്ക്. അങ്ങനെ ഒരു അമ്മയാണ് എന്റെ. അമ്മ ഭയങ്കര സ്ട്രോങ് ആണ്. അമ്മ ഇപ്പോഴും അമ്മ പാട്ട് പഠിക്കുന്നുണ്ട്, പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, കഥകളി പഠിക്കുന്നുണ്ട്, സോപാന സംഗീതം പഠിക്കുന്നുണ്ട്, മൃദംഗം പഠിക്കുന്നുണ്ട്. അമ്മ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അമ്മ ഭയങ്കര ബോൾഡാണ്. അപ്പൊ ഞാൻ അത് കണ്ടാണ് വളർന്നത്. ഞാനും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. കരച്ചിലൊക്കെ വരും കേട്ടോ. എനിക്ക് ചില സമയത്ത് ഓരോരുത്തരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ ദാ അമ്മയെ വിളിച്ച് കരയും. വേറെ ആരുടെയും മുമ്പിൽ ഞാൻ കരയില്ല. ഞാൻ അമ്മയെ വിളിച്ച് കരയും. അപ്പൊ അമ്മ കളിയാക്കും എന്നെ. ഇങ്ങനെ എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അമ്മ തന്നെയാണ്. ആണ്. അപ്പം ഹസ്ബൻഡ് ആണെങ്കിലോ? ഹസ്ബൻഡ് ഈ പറഞ്ഞ ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ. എന്റെ ലൈഫിലേക്ക് ഇപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷം. ഉം. അപ്പൊ ഈ ഒരു വർഷം 4 വർഷമായിട്ടുള്ളൂ മനു എന്റെ ലൈഫിൽ വന്നിട്ട്. ഓക്കെ. മനു ഈ പറഞ്ഞ പോലെ അമ്മ നിൽക്കുന്ന എങ്ങനെയാണോ അതേപോലെ എനിക്ക് അത്രയും ബലമായിട്ടാണ് മനു നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം വർക്ക് 10 മണി 11 മണിക്കൊക്കെ പോവാണെങ്കിൽ മനു സ്റ്റുഡിയോന്റെ താഴെ വന്നിരിക്കും. ഞാനിവിടെ ഉണ്ട്. താൻ ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അത്രയും സപ്പോർട്ടാണ് മനു. മനു ഇതേ ഫീൽഡിൽ തന്നെയുള്ള ആളാണ്. അപ്പം മനുവിന് അറിയാം എന്തൊക്കെയാണ് സ്ട്രഗിൾ, എങ്ങനെ അത് ഞാൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് മനുവിന് അറിയാം. അപ്പൊ മനു ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. ഓക്കെ. അതുപോലെ ഇപ്പം ഇപ്പൊ ഗായത്രി മാത്രമല്ലേ ഉള്ളൂ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട്. അപ്പം ഇനിയിപ്പം എങ്ങനെയുണ്ട് ആ ഒരു ഫീൽ ലൈക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഏഹ്, അല്ലേ? അതൊരു പ്രത്യേക ഫീൽ ആയിരിക്കൂല്ലേ? അതെ മാത്രമേ ഏരിയൽസ് ഒക്കെ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അല്ലാതെ ഫെഫ്ക അഫിലിയേറ്റഡ് ആയിട്ടുള്ള കാക്കില് ഞാൻ മാത്രമേ ഉള്ളൂ പെൺകുട്ടി. അല്ലാതെ ചെറിയ ചെറിയ സ്റ്റുഡിയോസിൽ വർക്ക് ചെയ്യുന്ന 3-4 പേരെ എനിക്കറിയാം. പക്ഷെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കുളിരോടക്കി. അതാണ്. അങ്ങനെ ആലോചിക്കുമ്പോ നമുക്കൊരു അത് പറയുന്നത് ഫീൽ വരുമല്ലോ. ഓക്കെ. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പൊ വരാൻ എനിക്ക് തോന്നുന്നു ഈ ഇപ്പൊ ഇന്റർവ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ വഴി പോകുന്നതാണെങ്കിലും ഈ ചെയ്യുന്നത് ഈ ഫിലിമിന്റെ നമ്മൾ കാണുന്ന ആൾക്കാരെ മാത്രമാണ് ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലേ? അതെ. അതുകൊണ്ടായിരിക്കും ഇതിനെപ്പറ്റി ആർക്കും ചിലപ്പോൾ നോളജ് ഇല്ലാത്തത്. ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട് ഉം. എന്നുള്ളത് അറിയാൻ പറ്റാത്ത. ഇപ്പൊ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ലിസ്റ്റിൻ സാറിന്റെ തന്നെ സിഫയുണ്ട്. അല്ലാതെ എലമെന്റ്സ് ഓഫ് സിനിമ എന്നും പറഞ്ഞിട്ട് ജി മാർത്താണ്ഡൻ സാറും അജയ് വാസുദേവ് സാറും ഒക്കെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പോലും ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെ. അപ്പൊ അതെന്താണെന്ന് ഞാൻ പലരോടും ചോദിക്കുമ്പോൾ ഞാനത് അപ്പോഴത്തെ ആ ഒരു സിനിമ പഠിക്കാൻ വേണ്ടി ചെയ്തു അത്രേ ഉള്ളൂ. അത് പ്രൊഫഷനാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അഭിനയിക്കാനാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നോക്കാം. ഈ ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും. അപ്പോ അതെന്താണ് ഇതത്ര മോശം വർക്കൊന്നുമല്ല. ഇപ്പൊ സൗണ്ട് എഞ്ചിനീയറിംഗ് ഫെയിം ആണോ ഇനി അവര്? ആയിരിക്കാം. ഈ പറഞ്ഞ പോലെ ഫെയിം ആൾക്കാരെ അധികം അറിയാത്തത് കൊണ്ടായിരിക്കാം. ആൾക്കാരെ അറിയപ്പെടുന്നില്ലല്ലോ ഈ ഒരു ഫീൽഡില്. ബിഹൈൻഡ് ദ ഫിലിമിലെ ആൾക്കാര് അതെ. പുറത്തുണ്ട്. കൂടുതൽ കൂടിപ്പോയി കഴിഞ്ഞാൽ റൈറ്റേഴ്സിനെ നമുക്ക് സാധാരണ ആൾക്കാർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഡയറക്ടർ. ചിലപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സിനെ വരെ അറിയാൻ പറ്റും ചില ആൾക്കാർക്ക്. അതിനപ്പുറത്തേക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നു, അവർ എത്ര ദിവസം വർക്ക് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് അവരുടെ എഫേർട്ട്, ഇതൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്താറില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ആർക്കും ഇതിനകത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം സൗണ്ട് എഞ്ചിനീയറിംഗിൽ തന്നെ ഞാൻ ഡബ്ബിംഗ് എഞ്ചിനീയർ ആയിട്ടായിരിക്കുന്നത്. അതല്ലാതെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, സൗണ്ട് മിക്സ് ചെയ്യുന്നവരുണ്ട്, മ്യൂസിക് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കൊക്കെ ആരും തന്നെ അങ്ങനെ ആക്റ്റീവായിട്ട് വരാറില്ല. അല്ലെങ്കിൽ ആ ഒരു പാഷൻ ഇല്ല. ഇല്ല, പാഷൻ ഇല്ലാത്ത ഭയങ്കര പാഷൻ ഉണ്ട്. പക്ഷെ പാഷൻ പ്രൊഫഷൻ ആക്കാനുള്ളൊരു ഒരു എന്താ പറയാ ഒരു എഫേർട്ട് അവർ എടുക്കുന്നില്ല. പാഷൻ ഉണ്ട്. അത് പാഷനായിട്ട് ഇരുന്നോട്ടെ, എപ്പോഴെങ്കിലും നമുക്കത് ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ആ പാഷൻ പ്രൊഫഷൻ ആക്കുന്നിടത്താണ് നമ്മൾ ജീവിതം എത്ര മുമ്പോട്ട് പോകുക. എപ്പോഴായിരുന്നു തീരുമാനിച്ചത് ഇതാണ് എന്റെ പാഷൻ, ഇതാണ് എന്റെ പ്രൊഫഷൻ എന്ന് തീരുമാനിച്ചത്? അല്ല, ഞാൻ ഡബ്ബിംഗ് എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഡബ്ബിംഗ് പഠിച്ചിട്ട് തന്നെ കാര്യം. ആ സമയത്ത് എന്റെ സൗണ്ട് കുറച്ച് ഇപ്പോഴും അടിപൊളിയായിരുന്നല്ലേ, എന്നാലും കുറച്ച് നമ്മളെ ഈ ടീനേജിന്ന് ആ ഒരു പ്രായ വ്യത്യാസത്തിന്റെ ആ ഒരു സൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഡബ്ബിംഗ് പഠിച്ചിട്ട് തന്നെ കാര്യം. കാര്യം അത് മാത്രമല്ല അന്ന് നമ്മളോട് അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ അത് ഭയങ്കര അതൊക്കെ ഇൻസൾട്ടായിരുന്നു. അതിന്റെ കണ്ടാ. പിന്നെ ഇപ്പോഴും കാണുന്നുണ്ട്. ആ, ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ
അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മിപ്പിക്കാൻ പോയിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഈ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് കാക്കില് ഒരു മെമ്പർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, "എന്നെ പണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ചേട്ടൻ. അപ്പൊ അതിന് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ചേട്ടനോട് പകരം ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്." പക്ഷെ പുള്ളി അത് ഭയങ്കര ഫണ്ണായിട്ട് എടുത്തു. ഇപ്പോഴും ഞങ്ങള് ഭയങ്കര നല്ല എല്ലാവരും പോകുന്നത്. അപ്പം അയ്യോ നമ്മളിപ്പോ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു ഇത്? ഓക്കെ. ഈ ഇൻഡസ്ട്രിയിലേക്ക് അത് പാഷൻ പാഷൻ ഫോർ ഷുവർ. പ്രൊഫഷൻ ഞാന് ബിഎ മൾട്ടിമീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് എന്തായാലും സിനിമ തന്നെ മതിയെന്ന് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് പഠിക്കും? സിനിമ മതിയെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്ത് പഠിക്കും? എവിടെ പഠിക്കും? എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായി. അങ്ങനെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ എൻ്റെ ഒരു കസിൻ പുള്ളി മൾട്ടിമീഡിയ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്. അപ്പൊ ചേട്ടനാണ് എനിക്ക് ഡയറക്റ്റ് ചെയ്തത്. ഇങ്ങനെ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഒരു കോളേജ് ഉണ്ട്. നീ അവിടെ പോയി പഠിക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഞാൻ സിനിമ പാഷൻ ആക്കിയില്ലേ. അപ്പൊ ഇനി അത് പ്രൊഫഷൻ ആക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. 12ാം ക്ലാസ് തൊട്ട് ഞാൻ ഫൈനൽ ചെയ്ത് വെച്ചിരുന്ന കാര്യമാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉം, എന്താ ഈ ടൈം സ്കെഡ്യൂൾസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഭയങ്കര ഹെക്ടിക് ആയിട്ട് ഏം, എന്തേലും അയ്യോ ഇത് ശരിയാവൂല അങ്ങനെ ശരിയാവൂല തോന്നിയിട്ടില്ല. പക്ഷെ നമുക്കിപ്പോ ഫാമിലി ടൈം അതെ ഫാമിലി ടൈം ഭയങ്കര കുറവാണ്. അപ്പൊ മീ ടൈം ഒട്ടുമില്ലായിരിക്കും. ഫാമിലി ടൈം വളരെ കുറവാണ്. ഞാൻ റെസ്റ്റ് ആവൂലേ? ഭയങ്കരമായിട്ട്. കാരണം ഇപ്പൊ ഞാൻ 2, 4 സിനിമയാണ് ഒറ്റയടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിവിൻ പോളി പടം, അരുൺ രാമവർമ്മ സാറിന്റെ പടം. സോറി അരുൺ വർമ്മ സാറിന്റെ പടം. അത് ഗരുഡന്റെ ഡയറക്ടർ അരുൺ വർമ്മ. പുള്ളിയുടെ ബേബി ഗേൾ എന്നുള്ള പടം. പിന്നെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ചാക്കോച്ചന്റെ പടം. അനൂപ് മേനോൻ സാറിന്റെ ചിരം എന്ന് പറഞ്ഞിട്ട് പടം. അൽതാഫ് സലീമിന്റെ ഇന്നസെന്റ് എന്ന് പറഞ്ഞിട്ട് പടം. അങ്ങനെ 4 പടമാണ് ഞാനിപ്പോ ഒരേ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇങ്ങനെയല്ല ലൈക്ക് ഒരു ഫിലിം ഡബ് ചെയ്ത് തീർത്ത് അടുത്ത അങ്ങനെയല്ല ഇതിന്റെ. അങ്ങനെയാണ് വരിക. അപ്പം ഇപ്പൊ ബേബി ഗേളും ഒരു ദുരൂഹ സാഹചര്യവും നമ്മുടെ സെയിം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഒരു മോർണിംഗ് ടു 2 അല്ലെങ്കിൽ 3 വരെ നമ്മൾ ബേബി ഗേൾ ചെയ്തിട്ട് 3 ടു ബാക്കി ഒരു 9:30, 10 വരെ ഞാൻ ODSC. അങ്ങനെയാണ് ഞാനിപ്പോൾ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ആക്ച്വലി ഭയങ്കര നമുക്ക് സ്ട്രെസ് ആവും. കാരണം ഒരു ഫിലിമിലേക്ക് ഞാനിപ്പം ബേബി ഗേളിന്റെ രീതിയേ അല്ല ഒരു ദുരൂഹ സാഹചര്യം വരുമ്പോൾ ഓരോ ജോണേഴ്സാണ് എല്ലാം ഫിലിംസ്. അപ്പം അതേ അല്ല ഇന്നസെന്റ് വരുമ്പോൾ ഇന്നസെന്റ് ഒരു ഫുള്ളി എന്റർടൈൻമെന്റ് ഒരു മൂവിയാണ്. ഭയങ്കര കോമഡി ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. അതേ അല്ല ബേബി ഗേള്. ബേബി ഗേള് ഭയങ്കര ഒരു വേറൊരു മൂഡ് സാധനമാണ്. ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ്. അപ്പൊ തന്നെ അറിയാം അതിന്റെ എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയി പോവും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബേബി ഗേള് ട്രാൻഡ്രം സ്ലാങ്ങിലാണ് പറയുന്നത്. ഒരു ദുരൂഹ സാഹചര്യം സ്ലാങ് ഒന്നും ഇല്ലെങ്കിലും ഒരു കുറച്ച് ഒരു എന്താ പറയാ ഒരു വേറൊരു വേ ആണ് അവരുടെ. ഇന്നസെന്റ് മാവേലിക്കര സ്ലാങ് ഉണ്ട്, ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ആണ് ഇന്നസെന്റ്. Okay. ചിരം ഒരു എന്താ പറയാ കൽക്കത്ത മൂവിയാണ്. അവര് കാട്ടുവാസികളെ പറ്റിയിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്യുന്ന പോലെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ അവരുടെ തമിഴ് മലയാളം ആ ഒരു മിക്സ് സ്ലാങ് പഠിക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തലയ്ക്കിങ്ങനെ പെരുത്ത് 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 ദേഷ്യം വരും. പക്ഷെ ഈ വർക്കിനോടുള്ള ഇഷ്ടം കാരണം ഞാനങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല. ഞാനത് കൂടുതലും വർക്കിന്റെ സമയത്ത് അത് എൻജോയ് ചെയ്ത് പോവാറുണ്ട്. വർക്ക് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇത്രയും നേരം ഞാൻ എന്ത് കാണിച്ചോണ്ടിരുന്നതെന്ന് തോന്നും നമുക്ക്. പക്ഷെ രസമാണ് വർക്ക് ചെയ്യാൻ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഫീൽഡിൽ. ഓക്കെ. എങ്ങനെയാണൊരു പെർഫെക്റ്റ് ഡബ്ബിങ് അതായത് ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ നമ്മൾ കംഫർട്ടബിൾ ആക്കണം. അവർക്ക് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡബ്ബിങ് അത് എങ്ങനെയാ പറയണത് എനിക്കറിയില്ല. സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അതെ. പല ടൈമിലായിരിക്കും ആൾക്കാർ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പം ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? അവര് അഭിനയിച്ചേക്കുന്ന അടിപൊളിയായിരിക്കും. ആ. അവര് സെറ്റിൽ ചെയ്തേക്കുന്ന സാധനം അടിപൊളിയായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത് ഡയറക്ടർ പറയും, "എനിക്ക് അത് തന്നെ തന്നാ മതി. പക്ഷെ കുറച്ചുകൂടെ അതിന് പവർ വേണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവണം" എന്ന് പറയും. അപ്പം നമ്മള് ഈ ആർട്ടിസ്റ്റ് വരുമ്പോ തന്നെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 8 വർഷം ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും എനിക്കറിയാം. ഇപ്പം പുതിയ പിള്ളേരാണെങ്കിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. പക്ഷെ ഞാനും അങ്ങനെ ഇൻട്രോവേർട്ട് ഒന്നുമല്ല. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയ ആളാ. ഞാൻ എല്ലാവരോടും സംസാരിക്കും. ഞാനിങ്ങനെ കലപിലാന്ന് ചലിച്ചോണ്ടിരിക്കുന്ന ആളാ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കോംബോ ക്രിയേറ്റ് ചെയ്യും അവരുമായിട്ട്. എന്നിട്ട് അവരെ ഇരുത്തി സീൻ കാണിച്ച് അവരുടെ അടുത്ത് മോഡുലേഷൻസ് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എനിക്ക് ഡബ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഏത് മോഡുലേഷൻ അവിടെ വന്നാൽ ശരിയാവും എന്നുള്ളത്. അപ്പം അവര് ഡബ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ
ഞാൻ പറഞ്ഞു കൊടുക്കും. എടാ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. അല്ലെങ്കിൽ ഈ ഈ വാക്ക് ഇപ്പൊ നമ്മള് ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ അതിൽ ഏത് വാക്കിന് സ്ട്രെസ് കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ പറയും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഈസി ആവാറുണ്ട്. പിന്നെ ചിലവര് ലിപ്പ് നോക്കി ഇങ്ങനെ നമ്മള് ലിപ്പ് നോക്കി ഇപ്പൊ പറയണം എന്ന് വിചാരിച്ചേക്കുമ്പോ ലിപ്പ് പോയിട്ടുണ്ടാവും. അപ്പൊ മൊത്തത്തിൽ ബ്ലാങ്ക് ആവും. അപ്പം ഞാൻ പറയാ ലിപ്പ് നോക്കണ്ട. ഞാൻ ഓഫ് ചെയ്യും. സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് വെറുതെ പറയാൻ പറയും. ഓക്കെ. അപ്പൊ എനിക്കറിയാം ആ മീറ്റർ അവരെവിടെയാണ് പോസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഞാനൊരു ഫുൾ ഫിലിം ഞാൻ കാണാപ്പാഠം പഠിക്കും. അതാണ്. ഈ ഫിലിം അതായത് നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതിന് മുന്നേ 1000 വട്ടം കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും. ഉണ്ട്. അപ്പോ ഒരു പ്രേക്ഷകൻ ഫിലിം തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് മ്യൂസിക് ഒന്നുമില്ല. നമ്മൾ ഡബ് വേർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് എല്ലാവരുടെയും സൗണ്ട് ഡബ് ചെയ്ത സാധനങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അത് ഈച്ച മൂളൽ വരെ എനിക്കെല്ലാം ആ അപ്പൊ ഇത് ഈ ഡബ് മാറ്റി നിർത്തി മ്യൂസിക്കും CG ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിയേറ്ററിൽ മെയിനായിട്ട് പോവാറുള്ളത്. കാരണം ഡബ് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ എല്ലാ ഷോയ്ക്കും ഹസ്ബൻഡിനെയും കൊണ്ടാണ് ഞാൻ പോവാറുള്ളത്. കാരണം എന്തെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് മനുവാണ്. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മനുവാണ് എനിക്ക് ആദ്യം പറഞ്ഞുതരും. ഞാൻ മനുവിനെയും കൊണ്ട് പോകുമ്പോൾ എനിക്കറിയാവുന്ന ഇത് വെച്ചിട്ട് അടുത്ത സീൻ വരുമ്പോഴേ ഞാൻ ഇവിടെ ഇരുന്ന് ഡയലോഗ് പറയും. അത് ആ ഒരു സിറ്റുവേഷൻ വരെ എത്താറുണ്ട്. പക്ഷെ ഡയലോഗ്സ് അല്ല മ്യൂസിക്കും CG ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നത് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ്. അപ്പൊ സുമതി വളവ് ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കാണാപ്പാടാണ്. അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഡയലോഗ്സ് എനിക്ക് കാണാപ്പാടാണ്. പക്ഷെ മ്യൂസിക് ഒക്കെ വന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഞാൻ വീട്ടുകാരെയൊക്കെ കൊണ്ടുപോയിട്ടാണ് സിനിമ കാണിച്ചത്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി. ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു മൊമെന്റ്. ഓക്കെ. അപ്പം നമ്മൾ ഈ ടൈമിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് രാവിലെ ഇപ്പൊ എന്നോട് അനുഭവം അഥവാ പറഞ്ഞു രാവിലെ 3 മണിക്ക് 4 മണിക്കാണ്. പിന്നെ ഇപ്പൊ ഗായത്രീന്റെ ടൈം നോക്കണം, ആർട്ടിസ്റ്റിന്റെ ടൈം നോക്കണം. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവാ? അല്ല ഞാൻ എന്റെ ടൈം നോക്കാറില്ല അവിടെ. ഇല്ല. ഞാൻ ക്ലയന്റ് എപ്പോഴാണോ സമയം പറയുന്നത് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടാവും. അത് എല്ലാ എഞ്ചിനീയേഴ്സും അങ്ങനെയാണ്. നമ്മൾ ക്ലയന്റിനാണ് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുക. അവരെപ്പോഴും എപ്പോൾ വരാൻ പറയുന്നു അപ്പോൾ നമ്മളവിടെ ഉണ്ടാവും. ഓക്കെ. അതിപ്പോൾ ഏത് സമയമാണെങ്കിലും നമ്മളവിടെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ എമർജൻസി ഒക്കെ വന്നാ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പോവാൻ പറ്റിയില്ലാന്നാണെങ്കി അത് വലിയൊരു പ്രശ്നമാവും. വലിയ പറയാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചെയ്തൊരു ഫിലിം ബേബികള്. ബേബികളുടെ സ്റ്റാർട്ടിങ് വേറൊരു എഞ്ചിനീയർ ആയിരുന്നു. അവന് പെട്ടെന്ന് വയ്യാതെയായി. അന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് വൻ പ്രശ്നമായി സ്റ്റുഡിയോയില്. ആർട്ടിസ്റ്റ് ഒക്കെ വന്നിരുന്നായിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്ത് വിട്ടു. പക്ഷെ ഞാൻ എങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു വയ്യായിക തോന്നിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഞാൻ സ്റ്റുഡിയോ പോവും. എന്ത് വന്നാലും ഞാൻ സ്റ്റുഡിയോ പോവും. അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ സ്റ്റുഡിയോയിൽ എത്തും ഞാൻ. പിന്നെ അത്രയും വയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ തലേ ദിവസം ഞാൻ വിളിച്ചു പറയും. ചേട്ടാ ഒന്നില്ലെങ്കിൽ അതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാവോ? ഇപ്പൊ 10 മണിക്കാണ് വർക്കെങ്കിൽ ഒന്ന് 12 മണി ആക്കാവോ? എനിക്ക് വയ്യാതിരിക്കുകയാണ്. അപ്പൊ ഞാനൊന്ന് എത്താൻ ഒന്ന് റെഡി ആയിട്ട് വരാനുള്ള ഒരു സമയം അത്രയും എനിക്ക് കൂടുതൽ ഈ മൈഗ്രെയിൻ ഉണ്ട്. ഫുൾ ടൈം ഈ കമ്പ്യൂട്ടറിനകത്ത് നോക്കി പിന്നെ 2 സ്പീക്കേഴ്സ് നമ്മുടെ ചെവിയിലേക്ക് ഇരുന്ന് ഇതിങ്ങനെ അങ്ങനെ അലച്ചലച്ചലച്ച് നമുക്ക് തലവേദന എടുക്കും വൈകിട്ടാകുമ്പോഴേക്കും. പ്രത്യേകിച്ച് നമുക്ക് ഈ മെൻസ്ട്രൽ ടൈമൊക്കെ ആണെങ്കിൽ നല്ല പ്രശ്നമായിരിക്കും. മൈഗ്രെയിൻ വന്നാ പിന്നെ നോക്കണ്ട. അതെ. പിന്നെ നമുക്ക് വെളിച്ചം കാണാൻ പറ്റില്ല. ഒരാൾ മിണ്ടാൻ പാടില്ല. എനിക്ക് മൊത്തത്തിൽ പ്രശ്നമാണ് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ വൊമിറ്റ് ചെയ്യണം. എന്നാലേ ഞാനൊന്ന് ഓക്കെ ആവുള്ളൂ. പക്ഷെ അതൊരു 1 ഡേ പ്രോസസ്സാണ്. അതാണ് വണ്ടി പ്രോസസ്സാണ് ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ. എല്ലാരും പറയും ജസ്റ്റ് ഒരു തലവേദനയായത് എന്ന് പറയും. പക്ഷെ ഈ തലവേദനയുടെ ആക്കം എത്രയാണെന്ന് മൈഗ്രെയിൻ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അതെ. ഞാൻ ഉറങ്ങാൻ പറ്റില്ല, നേരെ ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. ഭാഗ്യം. എനിക്ക് ഞാന് ഭയങ്കര ദിവസം പ്രശ്നമാണ്. ഈ എത്ര ഇങ്ങനെ നോക്കി 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 ലാസ്റ്റ് 3 മണിക്കോ 4 മണിക്കോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ചപ്പോഴാണ് ഒന്ന് നോർമലായത്. കരച്ചില് വരാ വേദന എടുത്തിട്ട്. നമുക്ക് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല, കണ്ണുറക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. ചരിഞ്ഞ് കിടന്നാൽ വേദന, ചരിഞ്ഞ് കിടന്നില്ലെങ്കിൽ വേദന. ആകെ പ്രശ്നമാണ് മൈഗ്രെയിൻ വന്നാൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമേ ഞാൻ വർക്കിന് ഒരു ഇച്ചിരി 2 മണിക്കൂറൊന്നും കൂടെ നീക്കുമെന്ന് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ഞാൻ കുറച്ചു നേരം കിടക്കും. എന്തെങ്കിലും ആവട്ടെ തലയിലിങ്ങനെ പുറത്ത് കുറച്ച് വലിയ വെച്ച് കെട്ടിയിട്ട് ഞാൻ കിടന്നുറങ്ങും. ഈ അങ്ങനെയൊക്കെ വർക്കിന് പോകാറുള്ളത്. ഞാൻ എൻ്റെ ഒരു റീസൺ കാരണം ഞാൻ വർക്ക് സ്കിപ്പ് ചെയ്യാറില്ല. കാരണം കോടികൾ മുടക്കിയിട്ട് ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ഉണ്ടാക്കി നമ്മുടെ കൈ കൊണ്ട് തന്നേക്കുന്നത്. അപ്പൊ നമ്മളൊരു ആള് കാരണം ആ സിനിമ ഒരു ദിവസം ബ്ലോക്ക് ആവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ് എനിക്കത്.
അപ്പൊ ഞാൻ അങ്ങനെ അതിനെ ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യാറില്ല. എനിക്ക് എന്ത് വേദനയുണ്ടെങ്കിലും ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കില്ല. ഈ ഒരു ഫിലിമിൽ ഒരു സൗണ്ട് എഞ്ചിനീയർ അല്ലേ ഉണ്ടാവുള്ളൂ? അതെ. അവര് അല്ലെങ്കിൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് വരാറുണ്ട്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പ് ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ വേറെ എഞ്ചിനീയേഴ്സിനെ ഇരുത്തും. പക്ഷെ ഫൈനല് പോകുമ്പോ അത് ഞാൻ കണ്ട് ഫൈനൽ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. കാരണം കൂടുതലും ഡബ് ചെയ്തേക്കുന്നത് ഞാനായിരിക്കും. അപ്പൊ എവിടെ ഡയലോഗ് മിസ്സിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ഓഫിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ ഫൈനൽ എഡിക്റ്റ് കഴിഞ്ഞ് വേറെ ആളാണ് സിങ്ക് ചെയ്യുന്നതെങ്കിൽ ഓഫിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ മിക്സ് ചെയ്ത് സിങ്ക് ചെയ്തിടാനായിട്ട് ഞാൻ ഇരിക്കാറുണ്ട്. ഫൈനല് ഞാൻ ചെയ്ത സിനിമയാണെങ്കിൽ ഞാൻ ഫൈനല് കണ്ടിട്ടേ ഞാൻ വിടാറുള്ളൂ. ഓക്കെ. ഇപ്പൊ എത്ര 75+ മൂവീസ് അല്ലേ ഉണ്ട്. ചെയ്തത്? ഉം. അപ്പം ഇതില് ഏതെങ്കിലും ഒരു ഫിലിമിനെ ലൈക്ക് ഇതാണ് എന്റെ ഫേവറേറ്റ്, ക്ലോസ് ടു ഹാർട്ട് ആ ഒരു അങ്ങനെ എനിക്ക് പറ്റില്ല. ഒരു സിനിമയില്ല. കാരണം എല്ലാം എനിക്ക് എല്ലാ സിനിമയിലും ഞാൻ ഓരോന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഞാന് എന്റെ ആദ്യത്തെ സിനിമ പോലെ അത്രയും എന്റെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് എന്റെ ബെസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ഇതില് ഞാൻ നന്നായി വർക്ക് ചെയ്തൂന്നില്ല. എനിക്കെല്ലാം എന്റെ സിനിമകളാണ്. എല്ലാം എന്റെ മക്കളാണ്. ഞാൻ ഒരേപോലെ ഞാൻ എല്ലാത്തിനെയും ചെറുത് വലുതാണെങ്കിലും ഞാൻ എല്ലാം ഒരേപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കങ്ങനെ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിന്ന് കിട്ടുന്ന ആൾക്കാരെ ഞാൻ കുറച്ച് എ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ഇൻഡസ്ട്രിന്ന്. ഇപ്പം ഷഹദ് മുഹമ്മദ് നമ്മുടെ പ്രകാശം പർക്കട്ടയുടെ ഒക്കെ ഡയറക്ടർ, സ്റ്റെഫി മധുരമനോഹരത്തിന്റെ സ്റ്റെഫി ഡയറക്ടർ. അങ്ങനെ കുറച്ച് വളരെ ചുരുക്കം ആൾക്കാരെ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആൾക്കാരെ ഞാൻ കുറച്ച് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ സിനിമകൾ എനിക്കൊരിക്കലും ഇല്ല. എന്നാലും എനിക്ക് തോന്നുന്നു മമ്മൂക്കേന്റെ കൂടെയുള്ള മമ്മൂക്കാന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ ഓക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് നമുക്ക് കിട്ടൂലേ? അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഫിലിമോ ഏതെങ്കിലും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നത് ഞാൻ ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നൊന്നും ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല. അങ്ങനെ പിന്നെ വലിയ ആഗ്രഹങ്ങളൊന്നും വെക്കാറില്ല ഞാൻ. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ലൈഫ് മുമ്പോട്ട് പോവില്ല. അത് ആ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ആഗ്രഹിച്ചിട്ട് കിട്ടുന്നത് കിട്ടട്ടെ, കിട്ടുന്നത് നന്നായിട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ വെക്കാറില്ല. മമ്മൂക്കേന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണത്. കാരണം എല്ലാവർക്കും അറിയാം മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ്. ഞാനൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ കുഞ്ഞിലേ തൊട്ട് നമ്മൾ കണ്ടു വളർന്ന ആൾക്കാര് ഞാന് പേരൻപ് സമയത്താണ് പേരൻപ് സിനിമ എൻ്റെ അടുത്ത് ഡബ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിൽ വരുമ്പോൾ പുള്ളി വരുമ്പോഴേ എല്ലാവരും മറി എല്ലാവരും മമ്മൂക്ക വരുന്നുണ്ട് കാറൊക്കെ മാറ്റിയിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ സ്പേസ് വേണം എന്നൊക്കെ പറയും. അപ്പോഴേ നമുക്കിങ്ങനെ നെഞ്ചിലിടിച്ചോളും. നമ്മൾ ഇത്രയും കാലം സ്ക്രീനിൽ മാത്രം കണ്ടിരുന്ന ഒരാള് നമ്മൾ പെട്ടെന്ന് മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താലും അത് പെട്ടെന്ന് അവര് ഓർത്ത് വെക്കും. ഇന്ന തെറ്റ് നീ ചെയ്തിട്ടില്ലേ എന്ന് ഓർത്ത് വെക്കും. അപ്പൊ ആ ഒരു തെറ്റ് പോലും വരാതെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോന്റെ ആ ഒരു വളവുണ്ട്. ഈ വളവ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഭയങ്കര ഓറയാണ് മമ്മൂക്കയ്ക്ക്. അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഞാൻ കണ്ടിങ്ങനെ തള്ളി നിന്ന് പോയിട്ടുള്ള ഒരാൾ മമ്മൂക്കയാണ്. മമ്മൂക്ക വന്ന് അവളെ സൗണ്ട് എഞ്ചിനീയർ ആണ്. വാ നബിയ കേറി ഡബ് ചെയ്തു. ഓക്കെ അല്ലേ? ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഒരു റീടേക്ക് സർ അതൊരു റീടേക്ക് എന്നാ റീടേക്ക് എന്ന് ഞാൻ അല്ല ചെറിയ ഗ്ലിച്ച് വരച്ചെടുക്കാൻ പറ്റൂലേ? ഞാൻ എടുത്തോളാം. പക്ഷെ അവർക്ക് നമുക്ക് അപ്പൊ തന്നെ വരും ബാബാ റീടേക്ക് പോവാം. തമാശക്ക് പറഞ്ഞ റീടേക്ക് പോവാം. പുള്ളിക്ക് അറിയാം. സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ? പുള്ളി തമാശ പറയും. പക്ഷെ അത് സീരിയസ് നമുക്ക് ചിരി വരും. പക്ഷെ നമുക്കിത് ബേസ് കാണുമ്പോൾ ചിരിക്കണോ വേണ്ടോ എന്ന് നമുക്ക് ഡൗട്ട്. ടെൻഷൻ അതെ. അങ്ങനെ വരും. പക്ഷെ ഭയങ്കര നല്ല അടിപൊളിയാണ് പുള്ളി. ആണോ? അടിപൊളിയാണ്. ഓക്കെ. ഇപ്പം ഇത്രയും കാലമായല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം പ്രൗഡായിട്ട് ഫീൽ ചെയ്തൊരു മൊമെന്റ് എപ്പോഴേലും ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് യെസ് അങ്ങനെ അത് എനിക്കിപ്പോ കമൽ സാറിന്റെ ഒരു മൂവി ചെയ്തായിരുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞിലെ നിറം തൊട്ട് അങ്ങനെ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് കമൽ സാർ. അപ്പൊ കമൽ സാറിന്റെ വിവേകാനന്ദൻ വൈറലാണ് ഒരു മൂവി ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ സാറ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഗായത്രി എനിക്ക് നിന്നെ വെച്ചൊരു ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹൈദരാബാദ് ചേട്ടനെ വിളിച്ചിട്ട് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എന്നെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ സാറ് ചെയ്തു. അതാണ് ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? അല്ലല്ല ഫസ്റ്റ് ഇന്റർവ്യൂ അല്ല അത്. പക്ഷെ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കമൽ സാറിനെ പറഞ്ഞൊരു ലെജൻഡ് ഡയറക്ടർ വന്നിട്ട് ഇവള് പുലിയാണ്. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തതില് ഗായത്രി ദ ബെസ്റ്റ് എന്ന് പറയുന്നത്
ഐ ഫീൽറ്റ് എനിക്കൊരു ഓസ്കാർ കിട്ടിയ ഒരു ഫീലായിരുന്നു ആ സമയത്തേക്ക്. ഓക്കെ. ഞാൻ ഇപ്പോഴും ഞാൻ ഭയങ്കര ബ്ലഷ് ചെയ്യും എനിക്ക് ആ മൊമെന്റ് ഓർക്കുമ്പോൾ. അന്ന് ഷൈൻ ചേട്ടന്റെ ഡബ് ഉണ്ടായിരുന്നു. ഷൈൻ ചേട്ടനും കൂടെ ഇരുന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ആ ഇന്റർവ്യൂ നല്ല രസമായിട്ട് പോയി. പക്ഷെ അതെനിക്ക് കമൽ സർ എന്നെ പറ്റി അങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ വർക്കിനെ അതെ. അത്രത്തോളം അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷം തന്നൊരു മൊമെന്റ് ശരിക്കും ആയിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഇതേപോലത്തെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യണം. എന്നാലേ നമുക്ക് ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ഫിലിം എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ എന്താ പറയാ ആക്ടേഴ്സിന് എങ്ങനെ എടുക്കേണ്ടതല്ല കേട്ടോ. അല്ല ആക്ടേഴ്സിനെ വേണം. കൂടുതലും ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം ആക്ടേഴ്സ്. ഫിലിമിന്റെ കാര്യങ്ങൾ അറിയാൻ മാത്രമാണ് അത് അതിലെ സ്റ്റോറി എന്താണ് എന്നുള്ളത് അറിയും അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ആണ് അവര് പറയുന്നത്. ആണ്. ഇവര് മാത്രം എല്ലാരും കൂടി ചേരുമ്പോഴേ അതൊരു അതെ സിനിമയാവുള്ളൂ. സിനിമ. ഇപ്പൊ ആക്ടേഴ്സ് മാത്രമല്ല സിനിമ. അതെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്ടറാണ്. അതെ അതെ. അതുപോലെ ഈ ഡയറക്ടർ വേണമെങ്കിൽ ഡയറക്ടറിന് പണിയെടുക്കണമെങ്കിൽ പ്രൊഡ്യൂസർ കാശ് കൊടുക്കണം. അതുപോലെ ഒരു ചെയിനാണത്. ഈ ചെയിനിലെ എല്ലാവരും പ്രേക്ഷകര് അറിയേണ്ട ആൾക്കാരാണ്. ഇതിപ്പം കൂടുതലും ആൾക്കാർ അറിയുന്നത് സിനിമയിൽ അഭിനയിക്കുന്നവരെ മാത്രമാണ്. ആ സ്ക്രീനിൽ കാണുന്നവരെ മാത്രമാണ് ആൾക്കാർ അറിയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഫീൽഡിലേക്ക് വരുന്ന ഇപ്പൊ ഇനിയിപ്പം വരാൻ ആഗ്രഹമുള്ള പിള്ളേരുണ്ടാവുമല്ലോ. അപ്പൊ അവരോട് എന്താണ് കാര്യത്തിൽ പറയാനുള്ളത്? കാരണം കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. പല ടൈപ്പിലുള്ള എക്സ്പീരിയൻസ് നമുക്കിടുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഉണ്ടാവും. അപ്പം പറയാൻ എന്തെങ്കിലും ഉണ്ടോ ലൈക്ക് അവരോട്? നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ മതി. നമ്മുടെ ഏത് ഫീൽഡ് ആണെങ്കിലും ഒരു പെണ്ണിന് സേഫ് ആവാൻ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഫീൽഡിലും നിൽക്കാം. പിന്നെ ആഹ്, ഇത് ഒരു പാഷനായിട്ട് കണ്ട് ഇത് പ്രൊഫഷൻ ആക്കണം എന്ന് ആഗ്രഹിച്ചു വരണം. അതെ. അല്ലാതെ ഒരു ഒരു 9 to 6 അതെ 9 to 6 വായനയൊക്കെ നടക്കില്ല. ജന്മത്ത് നടക്കില്ല. പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ. അതിപ്പോ അഭിനയിക്കാൻ പോയാലും 9 to 6 ഒന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. കാരണം ഒരു ഷോട്ട് 2 ഷോട്ട് ഷോട്ടിന് എത്ര ടേക്ക് പോയാലും അത് ശരിയാവുക. അപ്പൊ 9 to 6 നമുക്ക് അങ്ങനെ ഒരു വർക്ക് പ്രതീക്ഷ ആരും വരണ്ട. പിന്നെ സിനിമ എന്ന പാഷൻ നമുക്ക് ഭയങ്കരമായിട്ട് അത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിലും ഏത് പ്രായക്കാർക്കാണെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഫിലിം ഫീൽഡ് മാത്രമേ ഉള്ളൂ. അതിപ്പോ അതിന്റെ ഒരു ടെക്നിക്കൽ ഭാഗമാണെങ്കിൽ പഠിച്ചെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. തല പോകുന്ന കേസൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം. അപ്പൊ അത് പക്ഷെ അതിന് കുറച്ച് എഫേർട്ട് ഇടണം നമ്മൾ. അത് ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും എഫേർട്ട് ഇടണം. പക്ഷെ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടുതലുള്ള ഒരു ഏരിയ ആണ്. അതെ. അപ്പം ഞാനല്ലെങ്കിൽ എനിക്ക് പകരം 100 പേരുണ്ടാവും. അപ്പൊ ഈ ഞാൻ എന്ന ആൾക്കാരെ പിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം. ആ പ്രത്യേകത വേറെ ആരും കൊണ്ട് തരില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുക. അതേ ഉള്ളൂ. ഇപ്പൊ അഭിനയിക്കാനാണെങ്കിൽ എനിക്ക് തോന്നി ഇപ്പം കുറച്ചും കൂടി ഈസിയാണ്. ലൈക്ക് സോഷ്യൽ മീഡിയ ഇപ്പൊ റീൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ കുറേ പേരെ നമുക്കിപ്പോ ഫിലിമിൽ ഡയറക്റ്റ് കാണാൻ പറ്റുന്നത്. അതെ. അഭിനയിച്ചിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ജോമോനൊക്കെ ആ, മറ്റേ ഇതിൽ വന്നാണല്ലോ. ഇതുപോലെ റീൽസിൽ വന്നതാണ്. അപ്പം അങ്ങനെ അവർക്ക് ചിലപ്പം അവരുടെ കഴിവ് അവിടെ തെളിയിച്ചിട്ട് വരാൻ പറ്റും. അതെ. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇപ്പൊ ഒരാൾ വരണമെങ്കിൽ അവരെന്താ ചെയ്യണ്ടേ? സൗണ്ട് എഞ്ചിനീയറിംഗില്. എഞ്ചിനീയറിംഗിലേക്ക്. അല്ല അത് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഇപ്പൊ അഭിനയിക്കാൻ അറിയുന്നവർക്ക് എന്ത് വേണമെങ്കിലും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫൈലായി. അത് മാത്രം കാണിച്ചാൽ മതി. പക്ഷെ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യുന്നവർക്ക് ഒരു സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ഒരു സിങ്ക് സൗണ്ട് ചെയ്യുന്നവരുടെ കൂടെ പോയി നിന്ന് അത് പഠിച്ചാലേ പറ്റുള്ളൂ. അഭിനയിക്കുന്ന പോലെ അത്ര അഭിനയം ഈസി എന്നല്ല. എന്നാലും കുറച്ച് റീൽസ് ചെയ്യുന്നവർക്ക് കുറച്ച് പ്രസന്റബിൾ ആണെങ്കിൽ അഭിനയം കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ അതല്ല സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു കോൺസെൻട്രേഷൻ വേണം. നമ്മൾ ഏത് മോഡുലേഷനിൽ ആൾക്കാരെ പറയിപ്പിക്കണം എന്നുള്ളൊരു ജഡ്ജ്മെന്റ് വേണം. അത് ഡയറക്ടർ എന്താണ് അതിന്ന് ആ ഒരു സീനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതനുസരിച്ച് നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്ത ആൾക്കാരുടെ അടുത്തുനിന്ന് ഡബ് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മളത് മേടിക്കണം. അപ്പൊ ഇതൊക്കെ ഒരു ഒരു പ്രോസസ്സാണ്. അത് ഒരിക്കലും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ പോലും നമ്മളത് അത് പ്രാക്ടീസ് ചെയ്യുക. എന്താണ് നമുക്ക് ഒരു ഒരു മോഡുലേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ഒരു ഡയലോഗ് പറയുമ്പോൾ അത് ഏതൊക്കെ മോഡുലേഷനിൽ പറയാം? എന്തിനൊക്കെ സ്ട്രെസ് കൊടുക്കാം? ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ എന്റെ ചിന്ത ആയിരിക്കില്ല വേറൊരു എഞ്ചിനീയറിനും. അപ്പം പല എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കിട്ടും. അവരെന്താണ് അത് നമുക്ക് പല കാഴ്ചപ്പാടുകൾ കിട്ടും. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. ഉം,
അഭിനയിക്കുന്ന പോലെയല്ല സൗണ്ട് എഞ്ചിനീയറിംഗ് പോലെയല്ല സിനിമാറ്റോഗ്രഫി വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വരുമ്പോൾ എല്ലാ ഫീൽഡിനും അതിൻ്റെതായിട്ട് കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതേപോലെ അതിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും DMസോ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാറുണ്ടോ? ലൈക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇതുവരെ ആരും വന്നിട്ടില്ല. എൻ്റെ അടുത്ത് വന്നേക്കുന്ന മുഴുവൻ ഡബ്ബിങ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ സൗണ്ട് നല്ലതാണ്, എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നേക്കുന്നത്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് സൗണ്ട് നന്നായിട്ട് കാര്യമില്ല, നമ്മളത് എങ്ങനെ മോഡുലേഷൻ കൊടുത്ത് നമ്മളത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പം നമ്മുടെ സൗണ്ട് അടിപൊളിയാണ്, പക്ഷെ ഒരു മോഡുലേഷനും ഇല്ലെങ്കിൽ ആരും കേട്ടിരിക്കില്ല. ഒരേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ടിരിക്കും? ഒരാളും കേട്ടിരിക്കില്ല. അതിന് ഒരു കയറ്റം ഇറക്കും, അതിന് മോഡുലേഷൻ ഒരു ഒരു ഭംഗിയൊക്കെ കൊണ്ടുവന്നാലേ ആൾക്കാർക്ക് കേൾക്കാൻ രസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് അത് ഡബ് പറഞ്ഞു കൊടുക്കുന്നത് അതെ സൗണ്ട് എഞ്ചിനീയർ. അതെ ഓക്കെ. ഓക്കെ. അപ്പൊ അത് ഈ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പല പുതിയ ആൾക്കാരും അവരുടെ സൗണ്ട് അടിപൊളിയാണ്, ഞാൻ കുറെ ബേസ് വെച്ച് വബേല ഇതാണ് സൗണ്ട്, ഇതാണ് ഡബിങ് എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഇതല്ല, അതിന് മോഡുലേഷൻ കൊടുത്ത ആ സൗണ്ടിനെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ ഇപ്പൊ ഷമ്മി തിലകൻ സാറൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എൻ്റെ ദൈവമേ, പുള്ളിയൊക്കെ പ്രേം നസീറിന്റെ കാലത്തോട്ട് ഡബ് ചെയ്ത് ശീലിച്ച ആൾക്കാരാണ്. അപ്പം ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ശരിക്കും ഷമി സാറിന്റെ കൂടെ നമ്മൾ ഡബിന് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. പുള്ളി ഇടുന്ന ഓരോ മൂളല് പോലും ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ഷമി സാർ ഇപ്പം ഷമി സാറിന്റെ മകൻ ഡബ് ചെയ്യുന്നുണ്ട് അഭിമന്യു തിലക്. അപ്പൊ അഭിമന്യു ആണെങ്കിലും എന്താ പറയാ, ആ അച്ഛന്റെ അപ്പൂപ്പന്റെ ഒക്കെ ഒരു പാരമ്പര്യം കാക്കാൻ സൂക്ഷിക്കുന്ന ഭയങ്കരമായിട്ട് ഡബിൽ അവൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അവൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് സൗണ്ട് ഒക്കെ കെയർ ചെയ്ത് ആ മോഡുലേഷൻ എങ്ങനെ വേണം എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന എഫേർട്ട് ഇടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം ഡബിങ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഡബിങ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഞാൻ ഇത് തന്നെയാണ് പറയാറുള്ളത്, ഈ ഡബിങ് എന്ന് പറയുന്നത് ഈ പഠിക്കാൻ മോഡുലേഷൻസ് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന മോഡുലേഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം പിന്നെ ഡബിങ്ങിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ലാങ് പ്രശ്നം വരാറുണ്ട്. ഇപ്പം കോഴിക്കോടാണെങ്കിൽ നിങ്ങള് നിങ്ങള് പോയിട്ട് വായോ ആ സാധനങ്ങളൊക്കെ പറയാൻ കുറച്ച് പാടാണ്. അപ്പം കൂടുതലും അങ്ങനെയുള്ള നമ്മൾ പല സ്ലാങ്ങുകൾ പഠിച്ചു വെക്കണം. തിരുവനന്തപുരം ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. തിരുവനന്തപുരം ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും നമുക്ക് അവരുടെ അടുത്ത് പിടിച്ചേക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ലാങ് ആണ് അവരുടെ. പക്ഷെ ഈ തലശ്ശേരി കണ്ണൂര് തലശ്ശേരി കണ്ണൂർ എവിടെയോ അല്ല വീട്. ഓക്കെ, എനിക്ക് സ്ലാങ്ങിന്ന് കിട്ടിയായിരുന്നു അത്. അപ്പൊ തലശ്ശേരി കണ്ണൂർ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടണം. അപ്പൊ ഇതൊക്കെ നമ്മളൊരു ഡബ്ബിങ് അത് പഠിക്കുക തന്നെ വേണം. അതെങ്ങനെയാണ് അവരുടെ അടുത്ത് സംസാരിച്ച് അവരെങ്ങനെ ശരിയാ. നമുക്ക് ചിലപ്പോൾ ചില ഫിലിംസ് ഇപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ലോക്കലി അവിടുത്തെ സ്ലാങ് എന്താണെന്ന് അറിയാം. ആ, അപ്പോൾ ഫിലിം കാണുമ്പോൾ ഇപ്പൊ ചിലപ്പം അവര് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് എത്തൂല കറക്റ്റ് കിട്ടൂല. എത്തൂല. അത് ഭയങ്കര അതുപോലെ അതുപോലെ പ്രശ്നമാണ് ഈ നിങ്ങളുടെ ഭാഷയിലുള്ളവര് അതാണ്. നോർമൽ നമ്മുടെ ഈ ഒരു ആ എറണാകുളം. ആ ഒരു അച്ചടി ഭാഷയിലേക്ക് പോകുന്നത് ഭയങ്കര പാടാണ് അവർക്ക്. ഓ ശരി. ഭയങ്കര പാടാണ്. കാരണം അവരെ പിന്നെ നമ്മളങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിച്ചാലും ഡബ് ചെയ്യുമ്പോൾ അവര് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഡബ് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ആവും. ആർട്ടിഫിഷ്യൽ ആവും. ഇവരെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്ലാങ്ങിലാണെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടറിന് വേണ്ടത് അതായില്ല. അപ്പൊ അങ്ങനെ പാളിപ്പോയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അത് ഡബിങ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. ആ ലിപ്പിനനുസരിച്ച് നമുക്ക് ആ ലിപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കാണുമ്പോൾ അതിൽ ഏത് മോഡുലേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് അത് പഠിക്കുക തന്നെ വേണം. അത് അടിപൊളിയാണ്. അത് പഠിച്ചു വരുമ്പോൾ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും അത്. ഇപ്പൊ ഈ ആർട്ടിസ്റ്റ് വന്ന് ഡബ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ റീടേക്ക് പോവുകയാണെങ്കിൽ അവര് ഇപ്പൊ നമ്മളാണെങ്കിൽ ചിലപ്പോൾ കുറെ പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേറ്റ് ആവുക അങ്ങനെ വല്ല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ല ഞാൻ എനിക്ക് പൊതുവേ ഡബ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഡബ് ചെയ്യുന്ന ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും 1 2 ടേക്കിൽ ഞാൻ കാര്യങ്ങൾ അവസാനിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അധികം ടേക്കുകൾക്ക് പോവാറില്ല. എനിക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടേക്കിൽ തന്നെ ആൾക്കാർ തരാറുണ്ട്. കാരണം ഞാൻ ആ സീൻ കാണിച്ച് അവരെ ആ മൂഡിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഡബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ കുറച്ചുകൂടെ അവർക്ക് ആ സീൻ കാണുമ്പോൾ ആ സിറ്റുവേഷൻ എന്താണ്, അവരവിടെ അഭിനയിച്ചത് എന്താണ്, അതൊക്കെ അവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതല്ലാതെ ചില ഡയറക്ടേഴ്സ് പറയും അത് ഓക്കെ ആയിട്ടില്ല ഓക്കെ ആയിട്ടില്ല എന്ന് പറയും. കുറെ കഴിയുമ്പം ആക്ടേഴ്സിന് മടുക്കും. കാരണം ഇവർക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റാതെയാവും എന്താണ് ഞാൻ ഇനിയും തരേണ്ടത്, എന്താണ് ഇനി മോഡുലേഷൻ, എന്താണ് ഇതിൽ ചേഞ്ച് വേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തും. അപ്പോൾ ആൾക്കാർ ബ്ലാങ്ക് ആവാറുണ്ട്. ഇപ്പം ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും
ചില അസോസിയേറ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അവരിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ഒന്നുകൂടെ അത് ഇങ്ങനെ ആക്കുക എന്ന് പറയും. ഇങ്ങനെ ആക്കണ്ട ചേട്ടൻ പറഞ്ഞെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും പറയില്ല. ഡയറക്ടേഴ്സ്. ആ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കൂടുതലും കുഴപ്പമില്ല. ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനാണ് ഈ പ്രശ്നങ്ങൾ. കാരണം അവര് ഓവർ നന്നാക്കാൻ നോക്കും. ഞാൻ ചെയ്തതിൽ ഞാൻ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ഡയറക്ടർ പറയണം എന്ന ചിന്തയിലിരുന്ന് ചെയ്യിപ്പിച്ചിട്ട് ഈ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാതെ ചെയ്ത് ഭ്രാന്തടിപ്പിക്കും. അപ്പൊ ഞാനിപ്പം എന്റെ കൂടെ അസിസ്റ്റൻസ് ഇരിക്കുകയാണെങ്കിൽ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി ഞാൻ പറയടാ അത് ഓക്കെയാണ് അത് മതി എന്ന് പറയും. പിന്നെ ഞാനത് പോകുന്നതിന് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ ഡയറക്ടറിനെ അല്ലെങ്കിൽ റൈറ്ററിനെ വിളിച്ച് ഞാൻ കൺഫർമേഷൻ മേടിച്ചു. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ ആക്ടേഴ്സിനെ കുറച്ചുകൂടെ ഈസി ആക്കാനുള്ള ഒരു വേ ആണ്. അപ്പൊ അവരെ കൂടുതൽ കഷ്ടപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ അവര് നല്ല ഔട്ട്പുട്ട് നമ്മുടെ കയ്യിന്ന് തരും. നമുക്ക് തരും. നമുക്ക് വേണ്ട എന്താണോ അത് നമ്മൾ ആദ്യമേ അവരുടെ അടുത്ത് പറയാ ചേട്ടാ ഇതാണ് സിറ്റുവേഷൻ. അത് ആക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കണ കാര്യമില്ല. കാരണം അവർ അഭിനയിച്ച സാധനമാണ് അവർക്കറിയാം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും. ചേട്ടാ ഇതാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അപ്പോൾ അവർ അത്രയും കുറച്ചൊരു 3-4 സീൻ മുമ്പ് ഇവര് കരഞ്ഞ് തളർന്നിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓടി തളർന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ചേട്ടൻ ഡബ് ചെയ്യാന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കഥ റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവര് അത് കുറച്ചുകൂടെ ഇമാജിൻ ചെയ്ത് അവരങ്ങനെ ഡബ് ചെയ്യും. അത് ആർട്ടിസ്റ്റുകൾക്കും ഭയങ്കര ഗുണമാണ്. അപ്പൊ അത് എനിക്കറിയാവുന്നത് ഞാൻ ഡബ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ അറിയാം. എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ ഡയലോഗും ആ ലിപ് സിങ്ക് ചെയ്ത് പറയുന്നതെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കൊടുക്കാറുണ്ട്. അവര് ശരിയാണ്ടാവുമ്പോ ഗായത്രി ഇറിറ്റേറ്റ് ആവാറുണ്ടോ? ഇല്ല ഇല്ല ഒരിക്കലും എനിക്ക് ഇതുവരെ ഇറിറ്റേറ്റഡ് ആവേണ്ട ഒരു ആവശ്യം ഞാൻ ഇറിറ്റേറ്റഡ് ആവാറില്ല. ഞാൻ പൊതുവേ ഭയങ്കര കൂൾ ആയിട്ടുള്ള ആളാണ്. ഓ. വീട്ടിൽ മാത്രം ദേഷ്യം കാണിക്കുന്നത് അല്ലാതെ സ്റ്റുഡിയോ സ്ഥലത്തൊന്നും മോശമായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നല്ലാതെ വർക്കിൽ ഇതുവരെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല ആരോടും. ഞാൻ ഭയങ്കര കൂളായിട്ട് തെറ്റിയോ കുഴപ്പമില്ല ടേക്ക് എടുക്കുക. അപ്പൊ ഇതല്ലേ നമുക്ക് സിസ്റ്റം ഒക്കെ ഉള്ളത്. പഴയ കാലത്താണ് ആ പ്രശ്നം മറ്റേ ടേപ്പിൽ ഇങ്ങനെ വലിച്ച് അപ്പുറത്തേക്കിട്ട് കട്ട് ചെയ്ത് അങ്ങനെയായിരുന്നു പണ്ട് ഡബ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ റീൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ലിപ്പ് നോക്കിയിരിക്കണം. ഈ ലിപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ആ സീൻ വരുന്നത്. ആ റീല് ഫുള്ള് ലൂപ്പിൽ തിരിഞ്ഞിട്ട് വേണം വരാൻ. അപ്പൊ ഈ 30 മിനിറ്റ് നമ്മൾ വെറുതെ നിൽക്കണം. ഇപ്പൊ ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമുക്ക് എത്ര വേണമെങ്കിലും ടേക്ക് എടുക്കാം. എന്ത് മോഡുലേഷൻ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇപ്പൊ കോഴിക്കോട് സ്ലാങ് പറഞ്ഞ ആൾക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം സ്ലാങ്ങിലേക്ക് ആക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോ അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മൾ. അപ്പോൾ എത്ര ടേക്ക് വേണമെങ്കിലും പോവാം. ഞാനങ്ങനെ ഇറിറ്റേറ്റഡ് ആവാറില്ല. ഞാൻ ഭയങ്കര കൂളാണ്. ഇതിന്റെ പ്രോസസ് എങ്ങനെയാ? ലൈക്ക് ഡയറക്ടേഴ്സ് എപ്പോഴും കൂടെ ഉണ്ടാവുമോ അതോ ഗായത്രി ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാണോ സിറ്റുവേഷൻസ്? ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ഡയറക്ടേഴ്സ് ഉണ്ടാവാനാണ്. കാരണം അവരാണ് ഫുൾ ഫിലിം എങ്ങനെ ഏത് മോഡുലേഷൻ വേണം എന്നുള്ളത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് അവരത് പറഞ്ഞതെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. ബട്ട് റൈറ്റേഴ്സ് എഴുതുമ്പോൾ അത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ട് എഴുതി എന്നുള്ളത് റൈറ്റേഴ്സിന് അറിയാം. ചില ഡയറക്ടേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പം ആ സിറ്റുവേഷൻ ആയിരിക്കില്ല അവർ അഭിനയിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ റൈറ്റേഴ്സ് നമ്മുടെ അടുത്ത് തോന്നുന്നു പറയും ഗായത്രി എനിക്ക് ഡയലോഗിന്റെ മോഡുലേഷൻ വേണ്ടത് ഇങ്ങനെയാണ് അവിടെ. അപ്പൊ അതൊന്ന് നീ നോക്കിയേക്കണം. ഈ ഒരു സിറ്റുവേഷൻ മാത്രം. ബാക്കിയെല്ലാം ഓക്കെ ആണോ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ ഡയറക്ടേഴ്സിനോട് ചോദിക്കും. ചിലത് റൈറ്റേഴ്സിനോട് ചോദിക്കും. അപ്പം ഞാൻ കൂടുതലും ഇപ്പൊ ബേബി ഗേൾ ചെയ്തുകൊണ്ടിരുന്നപ്പം സഞ്ജയ് സാറും ഉണ്ടായിരുന്നു. അരുൺ സാറും ഉണ്ടായിരുന്നു. അപ്പം അരുൺ സാറിന് അറിയാം എന്ത് വേണം. എന്താണ് കറക്റ്റ് മോഡുലേഷൻ എന്താണ് അവിടെ ഡയലോഗ് വേണ്ടതെന്നുള്ള അരുൺ സാറിന് അറിയാം. അത് ഏത് മോഡുലേഷനിൽ വേണം എന്നുള്ളത് സഞ്ജയ് സാറാണ് കൂടുതൽ പറഞ്ഞു തരാറ്. കാരണം സഞ്ജയ് സാറ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സാറിന് അറിയാം. ആ ഡയലോഗ് എങ്ങനെ അത് അവതരിപ്പിക്കണം എന്നുള്ളത് സാറിനറിയാം. അപ്പൊ സാർ അത് പറഞ്ഞു തരും. അങ്ങനെ ചിലപ്പം ഇപ്പൊ ഡയറക്ടറിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ബേബികൾ ചെയ്തപ്പം അരുൺ സാറിന് എവിടെയോ പോണായിരുന്നു. അപ്പൊ സാറ് ഞാൻ പോയിട്ട് വരാം. നീ എന്തായാലും ചെയ്തോളൂല്ലേ ഗായത്രി ഉണ്ടല്ലോ നീ കോൺഫിഡന്റ് ആണ് നീ ചെയ്തോട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ടെൻഷനാണ്. അവരില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവർക്ക് അവിടെ വേണ്ടത്. ആ മോഡുലേഷൻ സ്ലാങ് വേണ്ടത് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അതെനിക്ക് കുറച്ച് ടെൻഷനാണ്. പക്ഷെ എന്നാലും ഹാൻഡിൽ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻസ്. പക്ഷെ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുക ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഓക്കെ. അപ്പം ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അതായത് ഇപ്പോൾ ഫിലിം നമ്മൾ ഡബ്ബൊക്കെ ചെയ്തു. ഇതിന്റെ മൊത്തം കഴിഞ്ഞൂന്ന് വിചാരിക്കുക. പിന്നെ എന്തോ ഫസ്റ്റ് ഷോ എന്തോ ചെയ്യില്ലേ? ആ, അത് FLFS. ആ. അത് കഴിഞ്ഞിട്ട് അതായത് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് മൊത്തം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ? ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ല. ഇപ്പൊ അതിന് മുമ്പ് ചിലപ്പോൾ പ്രിവ്യൂ വെക്കും. ആ, അതാണ്. പ്രിവ്യൂ വെക്കുമ്പോൾ അതായത് നമ്മൾ ചിലപ്പോൾ ഡയറക്ടറും റൈറ്ററും അതിൽ വർക്ക് ചെയ്ത മെയിൻ ആർട്ടിസ്റ്റുകളും
ക്രൂ മെമ്പേഴ്സും എല്ലാരും കൂടി ഇരുന്ന് പ്രിവ്യൂ ചെയ്യും. ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി അതുപോലെ ഒരു 3-4 പ്രിവ്യൂ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിയേറ്റർ റിലീസ് വെച്ചത്. ഓക്കെ. അതിന് മുമ്പ് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ദിലീപേട്ടന്റെ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, സിദ്ദിഖ് സാറിന്റെ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, മഞ്ജുപിള്ള ചേച്ചിയുടെ കൂടെ എല്ലാരും എല്ലാ ഷോയ്ക്കും ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരും ഓരോ ഇൻപുട്ട് തരും. അപ്പൊ നമുക്ക് ഡബില് ചേഞ്ച് കൂടുതലും വരാറില്ല. കൂടുതലും എഡിറ്റ് ചേഞ്ച് ആയിരിക്കും വരും. അപ്പം ചിലപ്പോൾ ഷഫിൾ ചെയ്യാനായിരിക്കും. ആ സീൻ എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അങ്ങനെ ഷഫിളാണ് കൂടുതലും വരാറുള്ളത്. ഡബില് ഞാൻ ഇതുവരെ ചെയ്ത വർക്കിലൊന്നും ഡബില് റീവർക്ക് വന്നിട്ട് റീവർക്ക് വന്നിട്ടില്ല. അത് നമ്മള് ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തപ്പം വിൻസിയാണ് നായികയ്ക്ക് ഡബ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ 8 ദിവസം എടുത്തു വിൻസിയുടെ ഫുൾ ഡബ് തീർക്കാനായിട്ട്. സെക്കൻഡ് ഹാഫിന്റെ ഒരു 20 മിനിറ്റ്, ഫസ്റ്റ് ഹാഫിന്റെ ഒരു ലാസ്റ്റ് 20 മിനിറ്റ് ആകുമ്പോഴേ വിൻസി വരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ള് വിൻസി. അതായത് ഒരു 1.5 മണിക്കൂറും ഒരു അരമണിക്കൂറും കൂടെ കൂട്ടി 1.5 മണിക്കൂർ ഉണ്ടാവില്ല. ഒരു മണിക്കൂറും ഒരു 15 മിനിറ്റും 1.25 മണിക്കൂറിന്റെ സാധനം വിൻസിക്ക് ഡബ് ചെയ്യാനുള്ളൂ. ഇത് ഡബ് ചെയ്യാൻ എടുത്തത് 8 ദിവസമാണ്. അതെന്താ? നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടു. കാരണം ആ ക്യാരക്ടർ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടവർക്ക് അറിയാം, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ വിൻസിക്ക് ആ ഒരു മൂഡിലേക്ക് എത്താനായിട്ട് നമ്മൾ സമയം കൊടുത്ത് നമ്മൾ ആ ഒരു ഒട്ടും സ്ട്രെസ് കൊടുക്കാതെ കുറെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ടയേർഡ് ആവും, നാക്ക് കുഴയാൻ തുടങ്ങും. അത് നമ്മൾ സ്ട്രോങ് ആണെങ്കിലും നമ്മുടെ നാക്കത് കുഴയാൻ തുടങ്ങും. അതെ അതെ. ഇതിങ്ങനെ റോൾ ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് മൈക്കിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഇല്ലാതാവും. അപ്പൊ നമ്മൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് വിൻസിയെ ഭയങ്കര കൂളായിട്ട് വിട്ട് വിൻസിയുടെ അടുത്ത് സമാധാനത്തിൽ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിൻസിയെ ഡബ് ചെയ്യിപ്പിച്ചത്. അതിന്റെ ഗുണം ആ സിനിമയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റി വിൻസി ഡബ് ചെയ്തപ്പോൾ. റാണിയെ നന്നായിട്ട് അഭിനയിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവള്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് വിൻസിക്ക് സാധിച്ചു. അത് ഡബിന്റെ ഞങ്ങൾ കൊടുത്ത സമയവും വിൻസി അതിന് വേണ്ടി എടുത്ത എഫേർട്ടും കാരണം ഉണ്ടായ ഒരു പ്രോസസ്സാണത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി കുറേ ഷോസ് കണ്ടിട്ടുണ്ട്. ഇപ്പം ദിലീപേട്ടന്റെ കൂടെ ഇരുന്ന് ഷോസ് കണ്ടിട്ടുണ്ട്. പ്രൊഡ്യൂസർ ലിസിൻ സർ മാത്രം ഇരുന്ന് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ഇരുന്ന് കണ്ടിട്ടുണ്ട്. സിദ്ദിഖ് സാറ്, മഞ്ജുപിള്ള ചേച്ചി, അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഓരോരുത്തരും ഓരോന്നപ്പോൾ പറയും, ഇന്ന സീനിൽ ഇന്ന ഡയലോഗ് വേണ്ട, അത് ചിലപ്പോൾ നെഗറ്റീവ് ആവും, അത് കട്ട് ചെയ്തേക്കുക, അങ്ങനെ പറയും. അപ്പം ഇത് എപ്പോഴും അങ്ങനെ ഒരു ഷോ കാണുന്നത് എല്ലാ സിനിമകൾക്കും നല്ലതാണ്. കാരണം ഇവർക്കൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സിദ്ദിഖ് സാർ ആണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടുള്ളവരാണ്. അവർ തരുന്ന ഇൻപുട്ട് ചെറുതായിരിക്കില്ല. ഒരിക്കലും സിനിമയെ നശിപ്പിക്കാനായിട്ട് അവർ നോക്കത്തില്ല. കാരണം അവരുടെ ഉപജീവനമാർഗ്ഗമാണ്. അപ്പം അവരൊരിക്കലും അത് നശിപ്പിക്കാനായിട്ട് നോക്കത്തില്ല. അവർ അത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ കുറച്ചുകൂടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സിനിമയ്ക്ക് എന്തായാലും ഗുണം ചെയ്യുന്നുള്ളത് ഉള്ള കാര്യമാണ്. അപ്പം അത് ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രിവ്യൂ കഴിഞ്ഞപ്പം കുറേ സാധനങ്ങൾ മാറ്റണം, ഡബ് ചെയ്ത സാധനങ്ങൾ വേണ്ട, അത് വേണ്ട, അത് മ്യൂട്ട് ചെയ്ത് തരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യം നമ്മൾ നായികയെ കൊണ്ട് കുറച്ച് ഡബ് ചെയ്യിപ്പിച്ചായിരുന്നു. ആ ഒരു പോർഷൻ കണ്ടപ്പം നമുക്ക് തോന്നിയത് നമുക്ക് ഒരാളെ വേറൊരു ഓപ്ഷൻ നോക്കാം. ഓക്കെ. റാണിയെ മോശമായിട്ടല്ല, റാണിയുടെ ചിരിയൊക്കെ ഞാൻ റാണിയുടെയാണ് യൂസ് ചെയ്തേക്കുന്നത്. റാണിയുടെ ഒരു ഇങ്ങനെയുള്ളൊരു ചിരിയാണ് റാണിയുടെ. ഭയങ്കര രസമാണ് റാണിയെ ചെയ്തേക്കുന്നതൊക്കെ, ഭയങ്കര അടിപൊളിയായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഡയലോഗ്സ്, ഇപ്പം അതിലൊരു സീനുണ്ട് ദിലീപേട്ടൻ്റെ അടുത്ത്, എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടാന്ന് പറയുന്നുണ്ട്. അതൊക്കെ റാണി പറഞ്ഞ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ ഞാൻ റാണിയുടെ തന്നെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതൊന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്താറുണ്ട്. അപ്പോൾ ഡബിലും ഈ പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ പറയും ഇന്ന സാധനം നമുക്ക് ചിലപ്പം ഇപ്പൊ പ്രിവ്യൂ കഴിയുമ്പോഴായിരിക്കും എനിക്ക് കുറച്ചുകൂടെ കൂട്ടി ഡയലോഗ്സ് അവിടെ പറയാലോ എന്ന് ഏതെങ്കിലും ആർട്ടിസ്റ്റിന് തോന്നുന്നത്. അപ്പൊ നമ്മൾ ആ പ്രിവ്യൂ കഴിയുമ്പോഴായിരിക്കും അവരുടെ റീഡബ് ചെയ്യുന്നത്. അപ്പൊ പ്രിവ്യൂ ഭയങ്കര യൂസ്ഫുൾ ആണ് ആക്ച്വലി. അതിന് മാറ്റാറുണ്ട്, നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഡബിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ എത്ര ടൈം എടുക്കും? ലൈക്ക് ഇപ്പൊ ഒരു ഫിലിമിന് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ഡേയ്സ് എന്ന് കണ്ടു തരുമോ? അല്ലെങ്കിൽ ഒരു ഏവറേജ് ടൈം എങ്ങനെയായിരിക്കും ഒരു ഫിലിം നമുക്ക് 150 മണിക്കൂറാണ് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്നത്. നമ്മൾ പാക്കേജ് എടുക്കുന്നത് 150 hours ആണ്. സൗണ്ടിങ് ഡബിങ്ങിന് മാത്രം. മാത്രം? അപ്പൊ 150 hours ഇപ്പം ചില സിനിമകൾ 560. അതെന്ന് ചോദിച്ചു ഇപ്പൊ പറഞ്ഞല്ലോ 1.5 മണിക്കൂറിന്റെ സാധനമാണ് നിങ്ങൾ 8 ദിവസം കൊണ്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പം എങ്ങനെയായിരിക്കും ഓൾമോസ്റ്റ്? 560, 600 മണിക്കൂർ വരെ പോയ സിനിമകൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഓക്കെ. പക്ഷെ അതൊക്കെ ആ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പം
ഈ 560 പോയിരിക്കുന്നത് ഒന്ന് നമ്മുടെ തന്നെ പ്രൊഡക്ഷനാണ്. ലിസിൻസറിന്റെ തന്നെ പ്രൊഡക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം സ്റ്റുഡിയോയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ അല്ലാതെ പുറത്തുനിന്നുള്ളവരാണെങ്കിലും ചിലവര് വരുന്നത് ഈ കറക്റ്റ് 150 മണിക്കൂറിനുള്ളിൽ പണി തീർത്തിട്ട് പോകും. ഡബ്ബ് തീർത്തിട്ട് പോകും. അവർക്ക് കറക്റ്റ് ജഡ്ജ്മെന്റ് ഉണ്ടാവും എന്ത് വേണം എന്നുള്ളത്. ഈ 150 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്ന ജഡ്ജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് കുറച്ചുകൂടെ സിനിമ നന്നാക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇപ്പൊ സമയമെടുത്തിട്ടാണെങ്കിലും എനിക്ക് സിനിമ നന്നായാൽ മതി. ആ ഒരു ചിന്തയിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ സമയം കൂടുന്നുണ്ട്. കൂടിപ്പോയ ഒരു 250 ഒക്കെ വരുള്ളൂ. ഫുൾ എഡിറ്റ് കഴിഞ്ഞ് നമ്മുടെ അടുത്തുനിന്ന് സിങ്ക് ഔട്ട് പോകുന്നത് വരെ 250 ഒക്കെ വരാറുള്ളൂ പൊതുവെ. ആ ഒരു 250 മണിക്കൂർ നമ്മള് ഫുൾ ബിസി ആയിരിക്കും. ഓക്കെ. അതേപോലെ ഈ ഇപ്പൊ അഭിനയത്തിന്റെ കാര്യം വരികയാണെങ്കിൽ ഉപ്പുമുളക് ഉപ്പുമുളകും. സ്റ്റാർട്ടിങ് അതെ. ഉപ്പുമുളക് എങ്ങനെയാണ് അഭിനയത്തിലേക്ക് എത്തിയത്? എൻ്റെ അടുത്ത് ഡബ് ചെയ്യാൻ വന്നതാണ് ഉപ്പുമുളകിലെ റൈറ്റർ പ്രിൻസി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസി ചേച്ചി ആദ്യം ഡബ് ചെയ്യാൻ വന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു ചേച്ചി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരാൾ പ്രിൻസിയാണ്. അപ്പൊ പ്രിൻസി ചേച്ചിയാണ് എന്നെ ഉപ്പുമുളകിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിൻസി ചേച്ചി എഴുതിയ സ്ക്രിപ്റ്റിൽ ഞാൻ അഭിനയിക്കാൻ പോയതാണ്. അങ്ങനെ ഉപ്പുമുളകിലേക്ക് ചെന്നതാണ്. ആരാണ് ഫസ്റ്റ് അഭിനയിച്ചത്? അതെ. അപ്പം ഈ അഭിനയവും ഉണ്ട്, നമുക്ക് നമ്മുടെ കയ്യിൽ ടെക്നിക്കൽ സൈഡും ഉണ്ട്. അപ്പൊ ഇതിലേതാണ് പ്രയോറിറ്റി? എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. ഇനി അഭിനയിക്കാനുള്ള സാധ്യത നല്ല ചാൻസ്, നല്ല റോൾസ് കിട്ടിയാൽ അഭിനയിക്കും. അതെ. ഞാനിപ്പോഴും ഓഡീഷൻസിനൊക്കെ പോവാറുണ്ട്. ആഹാ. ഞാനിപ്പോഴും പോകും. ആ. വേറെ എനിക്ക് അഭിനയം എന്നുള്ളത് കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ കുറേ ആക്ട് നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ വന്നിട്ട് കുറേ സാധനങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അല്ല, എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? ലൈക്ക് ഇന്ന പ്രൊജക്റ്റ് ചെയ്യണം. അപ്പൊ അഭിനയത്തിലാണെങ്കിലും ലൈക്ക് ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഡ്രീം ഉണ്ടോ? എനിക്ക് ഇന്നത് വേണം, ഇന്നത് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ആരെ കൂടെയെങ്കിലും അഭിനയിക്കണം അങ്ങനെ ചിന്തയൊന്നുമില്ല. കാരണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ന- ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അഭിനയിക്കാൻ ഞാനല്ലെങ്കിൽ എന്നെ കഴിഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതെ. അപ്പൊ അങ്ങനെ അഭിനയത്തില് ഞാനങ്ങനെ ഒരു ചിന്തയും ഒരു ഡ്രീമും ഒന്നും വെച്ചിട്ടില്ല. എനിക്ക് സൗണ്ട് എഞ്ചിനീയറിംഗിലുണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗിൽ എനിക്ക് സൗണ്ട് ഡിസൈൻ ചെയ്യണം, സൗണ്ട് മിക്സിംഗ് ചെയ്യണം, ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം, മമ്മൂക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യണം, ഓക്കെ. കുറേ നല്ല സിനിമകൾ ചെയ്യണം. ഇങ്ങനെ കുറേ സ്വപ്നങ്ങൾ എനിക്ക് സൗണ്ട് ഡിസൈനിലുണ്ട്. അഭിനയത്തിൽ ഞാൻ ഒന്നും വെക്കാറില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ 2 ഓപ്ഷൻ തന്നു. ലൈക്ക് നല്ലൊരു റോൾ, അടിപൊളി ഒരു റോളിന്റെ ഒരു ചാൻസ് വരുന്നു. അതേ സമയം തന്നെ നമുക്ക് ഈ സൗണ്ട് ഡബ്ബിങ്ങിന്റെ ഒരു ഇതും ഓപ്ഷനും വരുന്നു. അപ്പം ഏതായിരിക്കും ഡബ്ബിങ്ങിന്റെ ഓപ്ഷൻ ആയിരിക്കും? കാരണം ഞാൻ ഒരുമിച്ച് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല. നമുക്കിപ്പോ ഡബ്ബിംഗ് ഇല്ല. ഞാൻ ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ ഞാൻ പോയി അഭിനയിക്കും. അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഞാൻ കൂടുതലും പ്രയോറിറ്റൈസ് കൊടുക്കുന്നത് ഡബ്ബിങ്ങിനായിരിക്കും. കാരണം ഞാനില്ലെങ്കിൽ അവിടെ അഭിനയിക്കാൻ വേറെ ആളെ കിട്ടും. അതെനിക്കറിയാം. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു സിനിമയിൽ സൗണ്ട് എഞ്ചിനീയറിംഗിന് കൊടുക്കാൻ എനിക്ക് മാത്രമേ ഇപ്പൊ പറ്റുന്നുള്ളൂ. അത് വേറൊരു എഞ്ചിനീയർ ഇരുന്നിപ്പം ആം, ആരാണെങ്കിലും ആ മോഡുലേഷൻ ചേഞ്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും ഇൻപുട്ട് കൊടുത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്നല്ല. എന്നാലും എനിക്ക് സമാധാനം കുറച്ചുകൂടെ കിട്ടുന്നത് ഡബ്ബിങ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി ആവുന്നത് ആ ഒരു ഫീൽഡിൽ നിന്ന് ഇരിക്കുമ്പോഴാണ്. അത് ഞാൻ ചൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ റെഫറൻസ് ആയിട്ട് ഏതെങ്കിലും എടുക്കാറുണ്ടോ? ലൈക്ക് വേറെ ഫിലിം റെഫറൻസ് ചെയ്ത്? ഉണ്ട്, ഉണ്ട്. റെഫറൻസ് നമ്മൾ ഇപ്പൊ നമുക്ക് കൂടുതലും സ്ലാങ്ങുകൾ നമ്മൾ അറിയുന്നത് സിനിമകൾ കണ്ടിട്ടാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ സിനിമകൾ ചെയ്തു തുടങ്ങിയ ശേഷമാണ് ഇപ്പൊ കണ്ണൂരും കോഴിക്കോടും തലശ്ശേരിയുള്ളവരൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അല്ലാതെ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ അച്ഛൻ കോഴിക്കോടാണ്, മുക്കത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ്റെ കൂടെയുള്ളവരും നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവര് ആ ഒരു സ്ലാങ് പിടിച്ച് സംസാരിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. പിന്നെ ഞാൻ വളർന്നതൊക്കെ കൊച്ചിയിലാണ്. ആ. പക്ഷെ എനിക്ക് ആ പക്ക കൊച്ചി വരെ വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ആ ഈ ഒരു ഫീൽഡിലായോണ്ട്. അതുകൊണ്ടായിരിക്കാം. പിന്നെ അമ്മ വീട് ഹരിപ്പാടാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഒരു ചായ്വുണ്ട് എനിക്ക്. അപ്പൊ എല്ലാം കൂടെ മിക്സാണ്. എൻ്റെ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ റൂംമേറ്റ് കണ്ണൂരുകാരിയായിരുന്നു. അപ്പൊ അവള് വന്നിട്ട് ആദ്യം എൻ്റെ അടുത്ത് ശീത പിടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. "ചേച്ചി പിടിക്കുന്നു? ആ ചേച്ചി നിനക്ക് ശീത പിടിക്കുന്നു? ശീത പിടിക്ക് എന്താ സാധനം? കീഞ്ഞു പാഞ്ഞു പോവാ." അപ്പൊ ഇങ്ങനെയുള്ള സ്ലാങ്ങൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. കീഞ്ഞു പാഞ്ഞു പോവാന്നൊക്കെ പറയുമ്പോൾ എന്ത് സാധനം എന്ന് എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഇപ്പൊ എനിക്ക് ആ സ്ലാങ് കേൾക്കുമ്പോൾ എനിക്ക് അറിയാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സ്ലാങ് ഇപ്പൊ നന്നായിട്ട് അറിയാം. ഞാൻ പറയാൻ എത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിലും ഞാൻ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യും. ഒരു ജാതി ജാതകം എന്നും പറഞ്ഞിട്ട് വിനീതേട്ടന്റെ പടം, അത് ഫുൾ തലശ്ശേരി സ്ലാങ് ആയിരുന്നു.
അപ്പൊ എനിക്ക് തന്നെ എല്ലാരും കളിയാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തലശ്ശേരി സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരുടെ ഭാഷയെ മാത്രമേ സംസാരിക്കുള്ളൂ. ഞാൻ കൂടുതലും എനിക്ക് അറിയാവുന്ന ഇത് വെച്ചിട്ട് ഞാൻ അവരുടെ ഭാഷയിൽ മാത്രമേ സംസാരിക്കുള്ളൂ. കാരണം തലശ്ശേരിയും കണ്ണൂരും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ ഓർക്ക് തലശ്ശേരിയല്ലേ പറയുന്നത്. അപ്പൊ അതൊക്കെ പക്ഷെ ആ സമയം കണ്ണൂര് പറയുമ്പോ അതിന് എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. ഇത് ചെറിയ വ്യത്യാസം വന്നാൽ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർക്ക് പോകും. അപ്പൊ ഇവർക്ക് ഫുള്ള് തലശ്ശേരി കുറച്ചുകൂടി സ്ട്രോങ് ആവും. അതെ. അതാണ്. അപ്പം തലശ്ശേരി പിന്നെയും ആഹ് ഭയങ്കര രസാണ്. പൊതുവേ കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളില് രസാണ്. ഭയങ്കര രസാണ്. അത് എനിക്ക് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വാഷ്റൂം പോകുമ്പോൾ നമ്മുടെ ക്ലീനിങ്ങിന്റെ ചേച്ചിമാരവിടെ ഉണ്ട്. ആ. അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ കുറച്ചും കൂടി ആർട്ടിഫിഷ്യലായി. ഇപ്പോലാണോ? ഓക്കെ. ആ എനിക്ക് ഓക്കെ. ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ആർട്ടിഫിഷ്യലായിട്ടായിരിക്കും സംസാരിക്കാം. ആർട്ടിഫിഷ്യലായി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ആ. നോർമൽ നോർമൽ സ്ലാങ്ങില് വരും. എവിടെയാ വീട്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാഹിയാണ്. ആ. മാഹി ആ നല്ല രസമുണ്ട് കേൾക്കാൻ. ഞാൻ പറഞ്ഞു ആടോ ആ എന്നാ ഇഷ്ടായി നല്ല രസമുണ്ട് കേട്ടിരിക്കാം. അതെ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മെട്രോയിൽ വരുമ്പോ ഒരു ഒരു കുഞ്ഞു വാവ മുമ്പിലിരുന്നിട്ട് അവളെന്നെ "ഏച്ചി" എന്ന് വിളിച്ചു. അപ്പൊ "കണ്ണൂരാണോ വീട്?" കുഞ്ഞു വാവയാ. അപ്പൊ ഞാൻ അവളുടെ അമ്മയോട് ചോദിച്ചു "കണ്ണൂരാണോ വീട്?" എന്ന് ചോദിച്ചു. അതെ നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്ലാങ് കേട്ടപ്പോ തോന്നി. അപ്പൊ ഇവരുടെ സ്ലാങ് ഭയങ്കര രസാണ്. പൊതുവേ കണ്ണൂര്, കോഴിക്കോട്, കാസർഗോഡ്, തലശ്ശേരി കാസർഗോഡ് പിന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാവില്ല. തലശ്ശേരിയൊക്കെ പിന്നെയും അടിപൊളിയാണ്. അപ്പം എനിക്ക് അങ്ങനെ സ്ലാങ്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കുറച്ചു നേരം ഞാന് ആ സ്ലാങ്ങിൽ സംസാരിച്ച് ഐ മീൻ ആ ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫുൾ അങ്ങോട്ടേക്കാവും. അപ്പം എനിക്ക് ഇന്ന രീതിന്നില്ല. ഞാൻ എന്തും സംസാരിക്കുന്ന ആളാണ്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. അങ്ങനെ പഠിക്കാൻ ഇഷ്ടമാണ്. സ്ലാങ്സ് പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആക്ച്വലി നമ്മളെന്താ എന്താ പറഞ്ഞത്? പറഞ്ഞോണ്ടിരുന്നത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു കൊറേ പറയും. മുളകിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അഭിനയിച്ചത് പറഞ്ഞു. സ്ലാങ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞോണ്ടിരുന്നപ്പം ഇതാ സ്ലാങ്. ഓരോ എൻജിനീയേഴ്സ് ഈ പറഞ്ഞ പോലെ ഓരോ സ്ലാങ്ങിന് എത്രത്തോളം എഫേർട്ട് ഡേയ്സിന്റെ ആ. കണക്കൊക്കെ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഞാനിരുന്ന് വർക്ക് ചെയ്ത് എനിക്ക് ആ സ്ലാങ് പഠിക്കാൻ ഒരു അവസരമാണത്. അപ്പൊ തലശ്ശേരി ഇപ്പം ഒരു ജാതിജാതകം ഡബ് ചെയ്തപ്പോ എനിക്ക് തലശ്ശേരി സ്ലാങ് പഠിക്കാൻ ഭയങ്കര ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് കാസർഗോഡ് ചെയ്തിട്ടുണ്ടോ? കാസർഗോഡ് ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തിരുന്നു. അതിന്റെ പേര് ഫൈനലായിട്ടില്ല. രാജേഷ് മാധവനാണ് കാണിച്ചത് നായകൻ. അപ്പൊ അതിലൊരു ക്യാരക്ടർ കാസർഗോഡ് സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. ജാബിർ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. അവൻ പറയുന്നു ഒരു സാധനം എനിക്ക് തിരിയുന്നില്ല. നീ എന്താ പറയുന്നത്? എന്താ സ്ലാങ് എന്താ തിരിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ കാസർഗോഡാന്ന്. ഞാൻ പറഞ്ഞു അടിപൊളി. ഒരു തേങ്ങയും മനസ്സിലാവില്ല. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് കൊച്ചി ഉള്ളവർക്ക്. അപ്പൊ ഞാൻ എന്റെ കൊച്ചി ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങ ആ സ്ലാങ്ങിലേ ഞാൻ സംസാരിക്കാറുള്ളൂ. എനിക്ക് ആ ഒരു ഗ്യാങ്ങിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെയാണെന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പൊതുവെ ഏത് ഗ്യാങ്ങിൽ പോയാലും ഞാൻ അതിലേക്ക് ഭയങ്കര ഇഴകി ചേരാറുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും. ഞാനിപ്പോ തലശ്ശേരി സ്ലാങ്ങിന് ഉള്ള സിനിമയാണെങ്കിൽ ചോദിക്കും ഓ അപ്പൊ ആ ഭാഗത്തേക്കുള്ള സിനിമ ആയിരിക്കില്ലേ ഇപ്പൊ സംസാരിക്കുന്നത് ഡബ് ചെയ്യുന്ന അതായിരിക്കും. അതെ. വീട്ടിലും അത് തന്നെ എല്ലാവരോടും ഞാൻ ആ ഒരു എന്റെ എഫേർട്ട് ഒട്ടും കുറഞ്ഞു പോകണ്ടപ്പം ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ ആ തലശ്ശേരിന്ന് മാറി ഞാൻ എറണാകുളം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരിയിലേക്ക് ചെല്ലുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ദിവസവും ചെയ്യുന്ന വർക്കാണിത്. ഒരു ദിവസം പോലും ഞാൻ ഇങ്ങനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യോ? ലൈക് സ്ലാങ് ഒക്കെ പഠിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഈ തലശ്ശേരി സ്ലാങ് ഞാൻ കൂടുതലും അതിന്റെ റൈറ്റർ രാജേഷ് മണ്ടോടി പുള്ളി തലശ്ശേരിക്കാരനാണ്. നമ്മുടെ വിനീതേട്ടന്റെ കസനാണ്. ഗോതയുടെ ഒക്കെ റൈറ്റർ. ഒരു രാജേഷേട്ടനെ ഞാൻ ഫുൾ ടൈം കൂടി ഇരുന്നു. എന്നിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് ഞാൻ ഇങ്ങനെ സ്ലാങ് പഠിക്കുന്നത്. പിന്നെ സിനിമകൾ ഇപ്പൊ കൂടുതലും ഇപ്പൊ കുറച്ച് സിനിമകളേ ഉള്ളൂ പക്ക ആ സ്ലാങ്ങിലേക്ക് വന്നു. ഇപ്പൊ എന്നാ താൻ കേസ് കൊടു കറക്റ്റ് കണ്ണൂർ സ്ലാങ്ങിലേക്ക് ആ ഒരു സ്ലാങ്ങിൽ. പക്ഷെ അതിൽ എത്ര പേർക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല അത്. അപ്പം അത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ കുറച്ചൊന്ന് അത് ഓൾട്ടർ ചെയ്യും. നമ്മുടെ ഭാഷയിലേക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്കത് മനസ്സിലാവില്ല. ഞങ്ങൾക്കത് മനസ്സിലാവില്ല അത്. അപ്പം ഇതാണ് പക്ക കണ്ണൂർ എന്ന് വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ നമ്മളെ മക്കാറാക്കും. എന്ത് ഭാഷയാണല്ലോ ഈ പറയുന്നതെന്ന് എനിക്ക്. അപ്പോ ഞാൻ കൂടുതലും ഒറിജിനൽ ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കാറുള്ളൂ.
സിനിമകളെ റെഫറൻസ് ആയിട്ട് എടുക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതില് 100% നിങ്ങളുടെ ആ ഒരു സ്ലാങ് അല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലും അതിനകത്തുനിന്ന് അഡോപ്റ്റ് ചെയ്യാറില്ല. ആ ഒരു ടോൺ പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ സിനിമകൾ ചൂസ് ചെയ്യാത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ സൗണ്ട് എഞ്ചിനീയേഴ്സുമായിട്ട് വേറെ ലൈക്ക് നമ്മളിപ്പോ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പഠിക്കാനുണ്ട് ഇന്നയാളുടെ അടുത്തതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ആരെങ്കിലും അറിയോ? ഈ രാജാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിക്സിംഗ് എഞ്ചിനീയർ ഉണ്ട്. ഓക്കെ. സാറിന്റെ അടുത്ത് പഠിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഞാൻ റിസൈൻ ലെറ്റർ ഒക്കെ ഇട്ടാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സ്റ്റുഡിയോന്ന് റിസൈൻ ലെറ്റർ ഇട്ടു. എനിക്ക് മിക്സിംഗ് പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വിടുന്നില്ല. ആകെ ഒരാളാണോ? അങ്ങനെ പോയെങ്കിലും അത് വിടുന്നില്ല. അപ്പം പിന്നെ ഫിനാൻഷ്യലിയും പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ മിക്സിംഗിലേക്ക് പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു മിനിമം ഒരു 6 മാസം എനിക്ക് പഠിക്കാൻ നിൽക്കണം. ഓ. അപ്പൊ ട്രെയിനി ആയിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അത്ര അത് എങ്ങനെ കോളേജിൽ പോയി പഠിക്കും? ഇല്ല ഇല്ല സാറിന്റെ അടുത്ത് മിക്സിംഗിൽ സാറിന് ഫോർ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്. ചെന്നൈയിലാണ് അത് ബേസ്. അപ്പൊ അവിടെ പോയി പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനുവിനെ വിട്ടു പോകണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്? പുള്ളി ആക്ടറാണ്, അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇപ്പൊ ആനന്ദ് ശ്രീവാലയിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. തീവണ്ടിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. തീവണ്ടിയിൽ ടോവിക്ക് 2 കൂട്ടുകാരുണ്ടായിരുന്നു. അതിലേതെങ്കിലും ഫിലിമിൽ ഡബ് ചെയ്തിട്ടുണ്ടോ? മനു ഇപ്പം മധുര മനോഹരമോ എന്ന് നമ്മുടെ സ്റ്റെഫി ഡയറക്ട് ചെയ്ത മൂവി, അതിനകത്ത് മനു അഭിനയിച്ചിട്ടുണ്ട്. മനു ഒരു ബാങ്ക് മാനേജറായിട്ട് വന്നിട്ട് പശുവിന് അതെന്റെ ഹസ്ബൻഡാണ്. ഓക്കെ ഓക്കെ. അപ്പം കണ്ടതാ. അപ്പൊ മനു ഡബ് ചെയ്യാമെന്ന് മനു ആദ്യമൊക്കെ അത് തലേ ദിവസം എന്തോ ഫിഫ വേൾഡ് കപ്പ് എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചെടുത്ത് മനുവിന്റെ സൗണ്ട് ഒക്കെ പോയിരിക്കും. അപ്പൊ അപ്പോഴേ ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കുക, ആവശ്യമില്ലാത്ത പണിയാണ്, ഡബിന് വന്നാൽ ഞാൻ പൊരിക്കും എടുത്തിട്ട് എന്ന് പറഞ്ഞു. പക്ഷെ കേട്ടില്ല. അന്ന് പിറ്റേ ദിവസം ഡബിന് വന്നിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല, സൗണ്ട് ഇല്ല. ഗായത്രിയാണോ? അതെ, ഞാനായിരുന്നു എഞ്ചിനീയർ. ഇറങ്ങി ഇപ്പുറത്ത് വന്നിരിക്കാൻ പറഞ്ഞു. ഹാഫ് ഡേ ഞാൻ വെറുതെ ഇരുത്തി, സൗണ്ട് ക്ലിയർ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാഫ് ഡേ ഞാൻ വെറുതെ ഇരുത്തി വേറെ ആൾക്കാരെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച്. ഇത് ഫുള്ള് കണ്ട് അന്ന് എന്നോട് ഭയങ്കര ബഹുമാനമായിരുന്നു. ഞാൻ വരണോ എന്നൊക്കെ ചോദിച്ചു എന്നെ വിളിച്ചിട്ട്. അപ്പം ആ ഒരു സിനിമ മാത്രമേ എൻ്റെ അടുത്ത് ഡബ് ചെയ്യാനായിട്ട് മനുവിന് ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. ഭാവിയിലുണ്ടാവട്ടെ. അതെ. ഇപ്പൊ ഒരുപാട് ഫിലിംസിൽ സിങ് സൗണ്ട് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് അപ്പൊ ആ ഒരു ട്രഡീഷണൽ ഡബിങ്ങിന്റെ ആ ഒരു വാല്യൂ ഇപ്പൊ കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സിങ് സൗണ്ട് ഉള്ളത് കൊണ്ട് ഡബിങ് കുറവ് തോന്നിയിട്ടില്ല. കാരണം സിങ് സൗണ്ട് ചെയ്ത സിനിമകൾ നമ്മുടെ അടുത്ത് പാച്ച് ചെയ്യാൻ എന്തായാലും ഡബിന്റെ അടുത്ത് വരണം. ഓക്കെ. ഒരു മിനിറ്റ്. അപ്പൊ ഈ സിങ് സൗണ്ട് എന്താണെന്നൊന്ന് ജസ്റ്റ് പറയാം. സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അഭിനയിക്കുമ്പോൾ നമ്മളിപ്പോ ഈ മൈക്കിൽ വെച്ച് ചെയ്യുന്നില്ലേ, ഓക്കെ. ഇതാണ് സിങ് സൗണ്ട്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് അപ്പം നോക്കിട്ട് വോയിസ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആരും മിണ്ടാൻ പാടില്ല, ഒരു കോഴി പോലും ചെക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത് കുറച്ചുകൂടെ ഫിനാൻഷ്യലി കുറച്ചുകൂടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ പ്രൊഡ്യൂസേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കില്ല സിങ് സൗണ്ട് വരുമ്പോൾ. പക്ഷെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത ഒരു ദുരൂഹ സാഹചര്യം സിങ് സൗണ്ട് ആണ്. പക്ഷെ അതിൽ ചില വാക്കുകൾ ഇപ്പം ജീപ്പിൽ പോകുന്ന ഡയലോഗ്സ്, അപ്പൊ ജീപ്പിന്റെ സൗണ്ട് കൂടുതലായതുകൊണ്ട് ഇവർക്ക് വെച്ചേക്കുന്ന ലേപ്പലിൽ അത് ചിലപ്പോൾ കിട്ടണം എന്നില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ റീഡബ് ചെയ്യും. ഇപ്പൊ ഡബിന് ഒരിക്കലും സിങ് സൗണ്ട് ഒരു ഭീഷണി ഒന്നുമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് സിങ് സൗണ്ട് ചെയ്ത സിനിമകൾ. ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയം സിങ് സൗണ്ട് ചെയ്ത സിനിമയാണ്. എന്നാ താൻ കേസോട് സിങ് സൗണ്ട് ചെയ്ത സിനിമയാണ്. പക്ഷെ അതിൽ ചില സാധനങ്ങൾ നമുക്ക് ക്ലിയർ ആവാതെ പോകുന്നത് ഈ മൈക്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ റീഡബ് ചെയ്യും. ഇപ്പൊ വരത്തൻ സിങ് സൗണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് കുറച്ച് ഡബ് ചെയ്തിട്ടുണ്ട്. വരത്തൻ അവിടെ ഇവിടെയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരത്തന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു ദുരൂഹ സാഹചര്യവും അങ്ങനെ സിങ് സൗണ്ട് ചെയ്ത സിനിമ ഞാനിപ്പോൾ ചെറിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം, അല്ലെങ്കിൽ ഇടിയുടെ എഫക്ട്സ് ഇടല്. അപ്പൊ അതിൽ ചിലപ്പം ആ എഫക്റ്റിന്റെ സമയത്ത് ഇടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മാസ്റ്റർ ഇടയ്ക്ക് ചിലപ്പം ഇടി ഇടി എന്നൊക്കെ പറയും. അപ്പൊ ഈ ഡയലോഗ് ഒക്കെ അതിനകത്ത് കയറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡയലോഗിന്റെ ഇടിയുടെ എഫക്ട്സ് മാത്രം നമ്മൾ വേറെ എടുക്കും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സിങ്കിൽ എടുക്കാറുണ്ട്. സിങ്ക് ഇപ്പോൾ ചെയ്യല് കുറവല്ല, ഉണ്ട്. എന്നാലും നമുക്കത് ഫിലിംസ് ഫുള്ള് ഇപ്പൊ സിങ്ക് ചെയ്യാന്ന് കേട്ടു. അതുകൊണ്ട് ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ പോയി അതിനകത്ത്. ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല. അതെ അതെ അതിൽ വരുമ്പോ ഈ ഡബിങ്ങിന്റെ എഫേർട്ട് കുറവായിരിക്കും. അതെ, കുറച്ച് ഡബ് ചെയ്താൽ മതി. ഒരു ഫുൾ ഫിലിം ഡബ് ചെയ്യേണ്ടി വരില്ല. അത്ര സമയം വേണ്ട. ഓക്കെ. അതേപോലെ നമ്മൾ ഈ ചില വീഡിയോസ് ഒക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൽ
ഒരു ഡിസ്ക്ലെയിമർ പോലെ ഇങ്ങനെ എഴുതുമല്ലോ, ലൈക്ക് യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്. ഉം. അപ്പം അത് എല്ലാതും നമ്മൾ നോർമൽ സ്പീക്കേഴ്സിൽ കേൾക്കുമ്പോഴും അല്ലെ ഹെഡ്ഫോൺസ് ഇട്ട് കേൾക്കുമ്പോഴും ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ? അതോ ഹെഡ്ഫോൺസ് ഇട്ട് കേൾക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ പാൻ ചെയ്തിട്ടുണ്ടാവും ചില വോയിസുകൾ. ഇപ്പൊ ദൂരെ നിന്ന് വരുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഹെഡ്ഫോൺസിൽ കുറച്ചുകൂടെ ക്ലോസ് ടു ഇയർ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് കേൾക്കാൻ പറ്റും. അതായത് ദൂരേന്ന് വരുന്ന ഒരു സാധനം അടുത്ത് വരുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. സ്പീക്കേഴ്സിൽ ഫീൽ ചെയ്യും, പക്ഷേ ഈ രണ്ട് സ്പീക്കേഴ്സ് വെച്ചിട്ട് കാര്യമില്ല. അറ്റ്മോസിലായിരിക്കണം ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ 5.1 വെച്ച് ചെയ്ത സാധനങ്ങളായിരിക്കണം. അതൊക്കെ നമുക്ക് ആ പാൻ ചെയ്ത് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത് ഈ 3-4 സ്പീക്കേഴ്സ് നമ്മുടെ ചുറ്റും ഇരുന്നാലേ നമുക്ക് കേൾക്കുള്ളൂ. അപ്പം ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോ എന്റെ ഈ സൗണ്ട് എനിക്ക് ഇവിടെ നിന്ന് നമ്മളിപ്പോ ഒരു ആംബുലൻസ് പോകുന്ന സൗണ്ട് കേട്ടു. ഓക്കെ. അത് യെസ് യെസ് അപ്പൊ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ എത്തിയത്. ആ. അപ്പൊ ഈ പാൻ നമുക്ക് ഹെഡ്ഫോൺസിലാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് കേൾക്കാൻ പറ്റും. അപ്പൊ സ്പീക്കേഴ്സിലാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള 2 സ്പീക്കേഴ്സിൽ മാത്രമേ അത് കേൾക്കുള്ളൂ. ഒരു എഫക്റ്റ് അപ്പൊ എഫക്റ്റ് നമുക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും അത്. തിയേറ്ററിലൊക്കെ ഉള്ളത് പോലെ തിയേറ്ററിൽ തിയേറ്ററിൽ പക്ഷെ ഒത്തിരി സ്പീക്കേഴ്സ് ഉണ്ടാവും. അറ്റ്മോസ് ആണെങ്കിൽ 26-28 സ്പീക്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 32 സ്പീക്കേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഫുൾ എഫക്റ്റ് നമുക്ക് നമ്മൾ ഈ ഒരു സ്പീഡ് സ്പോട്ട് ഉണ്ട്, ആ സ്പോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് അറ്റ്മോസ്ഫിയർ. അത് തിയേറ്ററിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറ്റ് ഉണ്ട്, അതായത് സെന്ററിൽ ഇരിക്കണം. എഴുത്തിലൊക്കെ കണ്ടായിരുന്നത്. സെൻട്രൽ ഇരിക്കണം, കാരണം മിക്സ് ചെയ്യുന്നവർ ആ സെൻട്രൽ ഇരുന്നിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ സ്പീക്കേഴ്സിനും സൗണ്ട് കറക്റ്റ് വരുന്ന ആ ഒരു പോയിന്റിലുണ്ട്. അതാണ് സ്വീറ്റ് സ്പോട്ട്. അവിടെ ഇരുന്നിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് നമുക്ക് ഫിലിം കാണാൻ പറ്റും. അപ്പൊ തിയേറ്ററിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴും അതും ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. എല്ലാവരും കൂടുതലും മറ്റേ മൂലയ്ക്കൊക്കെ അല്ലെങ്കിൽ, പക്ഷെ അതൊക്കെ ഭയങ്കര ബോറാണ് ആക്ച്വലി. അടുക്ക് ആ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്, ആ ഒരു ഒരു നടുക്കുണ്ട്. നമുക്ക് സ്ക്രീൻ നമ്മൾ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കൊന്ന് ഷോർട്ടാക്കി നോക്കിയാൽ കാണാം. അതിൻ്റെ നടുക്ക് വരുന്ന ആ ഒരു പോർഷൻ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് സൗണ്ടിങ് കേൾക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. അപ്പം ഇപ്പം ഇപ്പം 4 പ്രൊജക്റ്റ് അല്ലേ? അതെ. അപ്പം എനി ഫോളോയിങ് എന്തെങ്കിലും പ്രൊജക്ട്സ് ചെയ്യാനുണ്ടോ? ഇനിയിപ്പോ വരാനുള്ളത് പള്ളിച്ചട്ടമ്പി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരുമെന്നുള്ളത്. പക്ഷെ ഫിലിമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയാലേ നമുക്ക് കിട്ടില്ല. ഫിലിം വരുമ്പോ എങ്ങനെയാണ് ലൈക്ക് അത് ഓക്കെ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഇല്ല ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് പകുതിക്ക് വെച്ച് ചെയ്യുന്നില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ആ ഡയറക്ടർ എന്നോട് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തു ഇൻ ദ സെൻസ്, നമ്മൾ നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടിയുണ്ട്. ഇതിന്റെ അപ്പുറത്താണ് ഡബ് ചെയ്യുന്നവർ നിൽക്കുന്നത്. അപ്പൊ ഈ കണ്ണാടിയിൽ നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അപ്പൊ എനിക്ക് കാണാം ഈ ഡയറക്ടർ നോക്കുന്ന ഭയങ്കര മോശമാണ് നമ്മളെ. അപ്പം ഞാൻ 1-2 പ്രാവശ്യം ഇത് കണ്ടു. 3-ാമത്തെ പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സർ, ഞാൻ പുള്ളിയെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, സർ അങ്ങനെ നോക്കരുത്, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഡിസ്കംഫർട്ട്. ഞാനൊരു പെണ്ണല്ലേ, നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. പുള്ളി അത് വൻ സീനാക്കി. പുള്ളി പ്രൊഡ്യൂസറിനെ വിളിച്ചു പറഞ്ഞു, ഇവളുണ്ടെങ്കിൽ ഞാൻ ഇനി വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ പുള്ളി നോക്കിയതിലാ പ്രശ്നം. ഞാൻ പറഞ്ഞതിലാ പ്രശ്നം, പുള്ളി നോക്കിയതിലാ പ്രശ്നമല്ല. അപ്പൊ പുള്ളി അത് വൻ സീനാക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി സിനിമ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ചെയ്തില്ല എന്ന്. അങ്ങനെ ഞാൻ നിർത്തി പോന്നിട്ടേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു വർക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ഇതൊരു വർക്കൊക്കെ എടുത്തിട്ടേ ഞാൻ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വർക്ക് വരുമ്പോ നിങ്ങൾക്ക് സൗണ്ട് എഞ്ചിനീയർ എങ്ങനെയാ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? ലൈക്ക് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും അല്ല ജസ്റ്റ് ഒന്നുമില്ല. നമുക്ക് സ്റ്റുഡിയോന്ന് ഇപ്പൊ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ മാനേജർ പറയും, ഇന്ന വർക്ക് നാളെ തുടങ്ങും, അത് ചെയ്തോളാം എന്ന് പറയും. നമ്മളിപ്പോ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ടാസ്ക് തരുന്ന പോലെ, അത്രേ ഉള്ളൂ. അപ്പൊ ചില ഡയറക്ടേഴ്സ് വരുമ്പോ പറയും, എനിക്ക് ഗായത്രി തന്നെ ഇരിക്കണം എന്ന് പറയും. അത് നമ്മളെ നേരത്തെ അറിയാവുന്ന നമ്മുടെ വർക്കുകൾ അറിയാവുന്ന ഡയറക്ടേഴ്സ് ആയിരിക്കും. ഇപ്പം ബേബി ഗേൾ അതുപോലെ എനിക്ക് ഞാൻ വേണം എന്ന് പറഞ്ഞു വന്നതാണ്. ODSഉം ഇപ്പൊ റീസെന്റ് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഞാൻ വേണം എന്ന് ഡയറക്ടേഴ്സ് പറയുന്ന വർക്കുകളാണ്. ഇപ്പൊ സുമതി വളവാണെങ്കിലും ഞാനുള്ളത് കൊണ്ട് സൗത്ത് സ്റ്റുഡിയോസിലേക്ക് വന്നതാണ് സുമതി വളവ് എന്ന്. അപ്പൊ അങ്ങനെ എന്നെ കണ്ടിട്ടും വരുന്ന ക്ലയന്റുകളുണ്ട്. അത് എന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ഏത് സമയത്തും എനിക്ക് ഏത് പാതിരാത്രിയും ഇരുന്ന് വർക്ക് ചെയ്യാൻ ആ സ്റ്റുഡിയോയിൽ ഞാൻ സേഫ് ആണ്. ആ ഒരു ധൈര്യം എനിക്കുള്ളത് ആ സ്റ്റുഡിയോ ആയതുകൊണ്ട് മാത്രമാണ്. അത് സൗത്ത് സ്റ്റുഡിയോസ് എന്നുള്ളൊരു ആ ഒരു ടാഗിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അത് എന്റെ മാത്രം കഴിവല്ല, സ്റ്റുഡിയോന്റെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാനാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കുമെന്ന് പറഞ്ഞു വരുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. നീ സൗണ്ട് എഞ്ചിനീയറിംഗ് ആയില്ലായിരുന്നെങ്കിലും ഐ മീൻ വേറെ എന്തെങ്കിലും ഒരു കരിയർ ഓപ്ഷൻ മൈൻഡിൽ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ നമ്മൾ അല്ല, സിനിമ മാത്രമേ ഉള്ളൂ. സിനിമയിൽ എന്തെങ്കിലും
സിനിമയിൽ. സിനിമയിൽ ഒന്നില്ലെങ്കിൽ അഭിനയം, എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് റോൾ ചെയ്തിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒന്നും ചിന്തിച്ചിട്ട് പോകുന്നില്ല. സിനിമയല്ല, ഞാൻ ഒന്നിനെയും പറ്റി ചിന്തിച്ചിട്ടില്ല. എനിക്കൊന്നും ചിന്തിക്കാൻ അറിയില്ല. എനിക്ക് കുഞ്ഞിലേ തൊട്ട് എൻ്റെ ബ്ലഡിൽ സിനിമ കിടപ്പുണ്ട്. എൻ്റെ അച്ഛൻ്റെ വല്യമ്മാവനാണ് ശങ്കരാടി, പഴയ ആക്ടർ. അപ്പൊ കുഞ്ഞിലേ തൊട്ട് സിനിമ ഇങ്ങനെ ബ്ലഡിലുള്ളത് കൊണ്ട് സിനിമയല്ലാതെ വേറെ എന്ത് എന്നൊരു ചിന്ത എനിക്ക് പോയിട്ടില്ല. ഓക്കെ. വീട്ടിലും അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും അമ്മ പാട്ട് ടീച്ചറാണ്. അപ്പൊ ആ, അമ്മയുടെ അനിയത്തി ഡാൻസ് ടീച്ചറാണ്. ചിറ്റയടുത്താണ് മഞ്ജു വാര്യരൊക്കെ ഡാൻസ് പഠിക്കുന്നത്. അപ്പം ചിറ്റ ഈ പറഞ്ഞ പോലെ ഭയങ്കര ചിറ്റയ്ക്കും കുറെ കൊല്ലങ്ങളായിട്ട് സിനിമയിലും സീരിയലിലും ഉള്ളവരൊക്കെ ചിറ്റയ്ക്ക് അറിയാവുന്നവരുണ്ട്. ചിറ്റയും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിലേ തൊട്ട് സിനിമ നമ്മുടെ ഫാമിലി, അതെ, ഫാമിലിയിലും ബ്ലഡിലും ഉള്ള ഒരു സാധനമാണ്. അപ്പം എനിക്കിതുവരെ വേറൊരു ജോലിയെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ മനുവും ഇടയ്ക്ക് എന്നോട് ചോദിക്കണോ, ഇതല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്താനെ. അതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ. ഒന്നുമില്ല, ഞാൻ പഠിച്ചതുപോലെ സിനിമയാണ്. ഞാൻ എന്താ ആലോചിക്കുന്നത്, ഒരു വരുമാനം ഇല്ലാതായ കൈപ്പണി പോലും എനിക്ക് അറിയില്ല. എങ്കിലും സൗണ്ട് ഇത് നിന്ന് പോയാലല്ലേ. നിന്ന് പോവാതിരിക്കട്ടെ. പോവാതെ ഞാൻ ജസ്റ്റ് പറഞ്ഞതാട്ടോ. നോർമൽ നമ്മൾ ചോദിക്കുക. അതെ അതെ. സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് ഗായത്രിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? സ്ട്രഗിള് എല്ലാ ഫീൽഡിലും ഉണ്ട്. പക്ഷെ ആ സ്ട്രഗിള് ഇതൊന്നും ഒരു സ്ട്രഗിൾ അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് കീപ് സ്ട്രഗ്ലിങ്. സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈസി ആയിട്ട് ആർക്കും വരാൻ പറ്റില്ല. ഈസി ആയിട്ട് വന്നവരൊക്കെ പെട്ടെന്ന് പോയിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഓരോ ഇപ്പം ഓരോ സ്റ്റെപ്പും നമ്മൾ സ്വയം അധ്വാനിച്ച് ആ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് ഒന്നും പറ്റില്ല. ഒന്നും ഈസി ആയിട്ട് പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടില്ല. സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നിൽക്കുക. ഒരു ഗിവ് അപ്പ് ചെയ്യരുത്. അതിന് പുറത്ത് നമ്മൾ എനിക്ക് മടുത്തു, എനിക്ക് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. സ്ട്രഗിൾ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കുറേ സിനിമേനെ പറ്റിയും എനിക്കൊരു ഐഡിയ ഇല്ലാത്ത സൗണ്ട് എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടും എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ. എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ. എന്നാ ആക്ച്വലി ലൈക്ക് ഈ ഡബിങ് എന്താന്ന് പോലും എനിക്കറിയില്ല. ലൈക്ക് ഒരു ഫിലിം ഫുൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ ആൾക്കാർ ഡബ് ചെയ്യും എന്നുള്ള കാര്യം പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം കുറെ കഴിക്കാത്ത കാര്യങ്ങൾ, ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞാൻ മാത്രമല്ല, നിങ്ങൾക്കും കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. എൻ്റെ ലൈഫിൽ ഇനി ഓൾറെഡി സക്സസ്ഫുൾ ആണ്. ഇനിയും കുറേ ഡ്രീം ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ഫ്രം ടെയിൽസ് ആൻഡ് ബിയോണ്ട്.